ബഹുമാന്യനായ കണിയാപുരം മുസ്ലിം ജമാഅത്ത് പള്ളിയിലെ മുഅദ്ദിൻ ജനാബ് ഹബീബുള്ള ഉസ്താദിനെ വേദിയിലേക്ക് ഖിറാഅത്തിനായി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم ورحمة الله وبركاته. നന്മയുടെ എക്കാലത്തെയും മികച്ച പ്രവർത്തകൻ, സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ച നന്മയുടെ മീഡിയ ഹെഡ് സുധീർ ബഷീറിനെ സ്വാഗതം ആശംസിക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ്, ഈ വേദിയെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ ഷജീർ ബദർ, ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള ഉസ്താദ് മുഹമ്മദ് സ്വാലിഹ് ജൗഹരി അവർകൾ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ മഹത് വ്യക്തിത്വങ്ങളെ, നിങ്ങൾ ഏവരെയും ഞാൻ നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 9ാമത് വാർഷിക റമദാൻ റിലീഫ് സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, സമാനതകളില്ലാത്ത മാനവ സ്നേഹത്തിൻ്റെ പരിശുദ്ധിയിൽ പുണ്യങ്ങളുടെ പൂക്കാലം റമദാൻ, നന്മയുടെ പാഠങ്ങൾ കോർത്തുവെച്ച കാരുണ്യത്തിൻ്റെ വെളിച്ചം പകരുന്ന പരിശുദ്ധ റമദാനിൻ്റെ 30 ദിനരാത്രങ്ങൾ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട 1000 മാസങ്ങളെക്കാൾ പുണ്യമായ വ്രതശുദ്ധിയുടെ ഈ നാളുകളിൽ സത്കർമ്മങ്ങൾ ചെയ്യുന്നവരിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ കാവലിൻ്റെ മാലാഖമാരായി ഭൂമിയിൽ വന്നിറങ്ങുന്ന പുണ്യങ്ങളുടെ പൂക്കാലം. ഈ അനുഗ്രഹീത നാളുകളിലാണ് നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റ് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ മഹത്തായ 9ാമത് വർഷത്തിലേക്ക് കടക്കുന്നത്. ജീവകാരുണ്യം ഞങ്ങൾക്ക് ഒരു ആരാധന പോലെ തന്നെയാണ്. മാനവികത ഞങ്ങളുടെ ദർശനമാണെങ്കിൽ സ്നേഹവും സാഹോദര്യവും സഹാനുഭൂതിയും ഞങ്ങളുടെ കരുത്താണ്. സ്നേഹവും ഐക്യവും തന്നെയാണ് ഞങ്ങളുടെ മുഖമുദ്ര. എന്നും ഞങ്ങളുടെ ജീവകാരുണ്യ ബോധത്തെയും സാമൂഹ്യ പ്രബുദ്ധതയെയും പ്രചോദിപ്പിച്ച നന്മയുടെ അഭ്യുദയരാണ് എന്നും ഞങ്ങളുടെ ഊർജം. കർമ്മങ്ങൾ കടമകളാക്കിയ നന്മ ഹൃദയരുടെ കാരുണ്യത്തിൻ്റെ സഹായഹസ്തങ്ങൾ പാവപ്പെട്ടവരായ ഒരു വിഭാഗം ജനതയിലേക്ക് ആശ്വാസത്തിൻ്റെ തെളിനീരായി ചൊരിഞ്ഞു കൊടുക്കുവാനുള്ള സതുദ്യമം. അവശത അനുഭവിക്കുന്നവരും ജീവിതത്തിൻ്റെ കണ്ണീർ കയങ്ങളിൽ നമുക്ക് ചുറ്റും വിശക്കുന്ന വയറുകളുമായി അള്ളാഹുവിങ്കലേക്ക് പരിശുദ്ധ ഖുർആൻ സൂക്തങ്ങളുമായി ജീവിക്കുന്ന സഹജീവികളെ സഹായിക്കാൻ നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന റമദാൻ റിലീഫ് 2024 ഹൃദയവിശുദ്ധിയുടെ കരസ്പർശമാണ്. 1300ഓളം നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റും ഗുരുതര രോഗങ്ങളാൽ അവശത അനുഭവിക്കുന്ന സാധുക്കൾക്ക് ചികിത്സാ സഹായവും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവിന് വിദ്യാർത്ഥികൾക്ക് അനുമോദനവും മികച്ച ജീവകാരുണ്യ പ്രവർത്തകർക്ക് നന്മയുടെ സ്നേഹാദരവും നൽകിക്കൊണ്ട് ഈ വേദി ധന്യമാവുകയാണ്. 9 വർഷക്കാലമായി
ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നന്മയുടെ പ്രവർത്തനം വിവരണങ്ങൾക്കതീതമാണ്. ഓരോ വർഷവും 30 ലക്ഷം രൂപയിൽ കുറയാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തപ്പെടുന്നത്. ജീവിത സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ കടൽ കടന്ന പ്രവാസിയും നാട്ടിലെ ആശയറ്റവരുടെ വെളിപ്പാടിൽ ഓടിയെത്തുന്ന ഊർജ്ജസ്വലരായ പ്രവർത്തകരും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക വഴി പരലോക ജീവിതം ധന്യമാക്കുക മാത്രമാണ് ലക്ഷ്യമിടുന്നത്. ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നവരും പ്രകീർത്തിക്കുന്നവരുമുണ്ട്. തീർച്ചയായും പോരായ്മകൾ ഞങ്ങൾ തിരുത്തപ്പെടാൻ തയ്യാറാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയവും. നിരവധി പ്രവാസി സഹോദരങ്ങളുടെ വിയർപ്പാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്നിവിടെ വരാനുണ്ടായ കാരണം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂടി ഉൾപ്പെടുത്താൻ മറന്നു പോകരുതേ. ശ്രീ ജാഫർ ഇബ്രാഹിമും ഷജീർ ബദറും നയിക്കുന്ന ഊർജ്ജസ്വലരായ 26 അംഗ കമ്മിറ്റിയും നന്മയുടെ കരുത്തരായ പ്രവർത്തകരും ഈ നാടിൻ്റെയും നാട്ടുകാരുടെയും പുരോഗതിക്ക് വേണ്ടി എന്നും ഒപ്പമുണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. പ്രിയമുള്ളവരെ, എന്നിൽ അർപ്പിച്ച കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പ്രവാസ ലോകത്തിരുന്ന് ഈ പ്രസ്ഥാനത്തെ സധൈര്യം മുന്നോട്ട് നയിക്കുന്ന ഊർജ്ജസ്വലനായ നന്മയുടെ അധ്യക്ഷൻ ശ്രീ ഷജീർ ബദറിനെ എൻ്റെ പേരിലും നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഉസ്താദ് സ്വാലിഹ് ജൗഹരി അഞ്ചൽ അവർകൾ ദീനീ സേവന രംഗത്തും പ്രഭാഷണ രംഗത്തും ജ്വലിച്ചു നിൽക്കുന്ന കേരളക്കരയിലെ പ്രമുഖരിൽ ഒരാളായ ഉസ്താദ് സ്വാലിഹ് ജൗഹരി അവർകളെ ഞാൻ എൻ്റെ പേരിലും നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട കണിയാപുരം മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അൻവറുദ്ദീൻ അൻവരി അവർകൾ ദീനീ സേവന രംഗത്ത് പ്രഭാഷണ രംഗത്ത് എല്ലാം വളരെ സജീവമായി നമ്മുടെ മുന്നിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ഞാൻ എൻ്റെ പേരിലും നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബഹുമാനമുള്ള നാസർ കടേറ, തിരുവനന്തപുരം മുസ്ലിം അസോസിയേഷൻ പ്രസിഡന്റ്, സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മണ്ഡലങ്ങളിൽ കണിയാപുരത്തിൻ്റെ കയ്യൊപ്പ് ബഹുമാന്യനായ നാസർ കടേറയെ ഞാൻ എൻ്റെ പേരിലും നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബഹുമാന്യനായ നൌഷാദ് തോട്ടുങ്കര, കണിയാപുരം ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ചെയർമാൻ, കണിയാപുരം മേൽപ്പാലം, എലിവേറ്റഡ് ഹൈവേ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മഹത് വ്യക്തിത്വം നൌഷാദ് തോട്ടുങ്കരയെ ഞാൻ എൻ്റെ പേരിലും നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബഹുമാന്യനായ അധ്യാപകൻ, എഴുത്തുകാരൻ, സാഹിത്യകാരൻ, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മികവ് തെളിയിച്ച നമ്മുടെ നാട്ടുകാരനായ ലോറൻസ് ഫെർണാണ്ടസ് സാർ അവർകളെ ഞാൻ എൻ്റെ പേരിലും നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബഹുമാന്യനായ നന്മയുടെ കരുത്തനായ പ്രവർത്തകൻ ശ്രീ അഷ്റഫ് ചാന്നാങ്കര, പരിചയപ്പെടുത്തലിന് പ്രസക്തിയില്ലാത്ത ഇന്നാട്ടിലെ ജനകീയ മുഖം, വാർദ്ധക്യത്തിലെത്തിയ പ്രിയ മാതാപിതാക്കളുടെ പരിചരണത്തിനിടയിലും ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ് തൻ്റെ ജീവവായു എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് നന്മയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നിൽ നിന്ന് നയിക്കുന്ന ഞങ്ങൾക്കൊക്കെ എന്നും പ്രചോദനം മാത്രമായിട്ടുള്ള ബഹുമാന്യനായ ശ്രീ അഷ്റഫ് ചാന്നാങ്കര, നന്മയുടെ രക്ഷാധികാരി ശ്രീ അഷ്റഫ് ചാന്നാങ്കരയെ ഈ വേദിയിലേക്ക് എൻ്റെ പേരിലും നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കണിയാപുരം മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ശ്രീ ഷാനവാസ് മാസ്റ്റർ, അദ്ദേഹത്തെയും ഞാൻ എൻ്റെ പേരിലും നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സജ്ജാദ് അബ്ദുൽ കരീം, കണിയാപുരം ദറസ് ഫണ്ട് ജനറൽ സെക്രട്ടറി, സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ തൻ്റെതായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പള്ളിനടയുടെ മുഖഛായ തന്നെ മാറുന്ന രീതിയിൽ NIC കോംപ്ലക്സ് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ സജ്ജാദ് അവർകളെ ഞാൻ എൻ്റെ പേരിലും നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബഹുമാന്യയായ
ജില്ലാ പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ നാട്ടുകാരി, എല്ലാവർക്കും സുപരിചിതയായ ഉനൈസ അൻസാരിയെ ഞാൻ എൻ്റെ പേരിലും നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നന്മയുടെ രക്ഷാധികാരി മാഹീൻ കളർ, പ്രിയപ്പെട്ടവരുടെ വേദനകളെന്നും തൻ്റെയും വേദന എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം, സാമൂഹിക വിഷയങ്ങളിലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന നന്മയുടെ പ്രചോദകൻ, നാട്ടുകാരുടെയും പ്രിയങ്കരനായ മാഹീൻ കളറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നന്മയുടെ ഊർജ്ജസ്വലരായ പ്രവർത്തകരായ ശ്രീ മണ്ണിൽ അഷറഫ്, വൈസ് പ്രസിഡന്റ് ശ്രീ മാഹീൻ തെറ്റിക്കുഴി, റാസി ജാവ കോട്ടേജ്, നിസാർ MK, അമീൻ മൈവള്ളി, ഷിയാസ് കണിയാപുരം, ഷമീം ബഷീർ, സഫീർ സലീം, സഫറുല്ല തോപ്പുനട, കണിയാപുരം മുസ്ലിം ജമാഅത്ത് മുഅദ്ദിൻ ഹബീബുള്ള, ഇവരെയും ഞാൻ എൻ്റെ പേരിലും നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രവാസ ലോകത്തിരുന്ന് ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന നന്മയുടെ കരുത്തരായ പ്രവർത്തകർ, മറ്റ് കമ്മിറ്റി ഭാരവാഹികളായ നാസർ മൈവള്ളി, ജാഫർ ഇബ്രാഹിം, അൻസർ അബ്ബാസ്, റിയാസ് കരീം, മുഹമ്മദ് ഷാ, അബ്ദുള്ള മസ്റോഹി, സാദിഖ് സലാഹുദ്ദീൻ, ഹാഷിം അബ്ദുൽ ഹക്കീം, സനോ ബർണക്കപ്പിള്ള, ഹാഷിം ഇബ്രാഹിം, നുജൂം താജുദ്ദീൻ, ഷജീർ പാച്ചിറ, നൌഫൽ അഞ്ചവ് തുടങ്ങിയവരെ എൻ്റെ പേരിലും നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ മഹാസമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയ ഇന്നാട്ടിലെ പ്രിയപ്പെട്ടവർ, ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ, ജമാഅത്ത്, ദറസ് ഫണ്ട് പ്രവർത്തകർ, നന്മയുടെ പ്രിയപ്പെട്ടവരായ മറ്റ് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിടവാങ്ങുന്നു. ഏവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി അനുഗ്രഹ പ്രഭാഷണമാണ്. ദീനീ സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കണിയാപുരം മുസ്ലിം ജമാഅത്തിലെ ചീഫ് ഇമാം ജനാബ് അൻവറുദ്ദീൻ അൻവരി ഉസ്താദിനെ ആദരപൂർവ്വം അനുഗ്രഹ പ്രഭാഷണത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പുണ്യ റമളാനിൽ മഹനീയമായ ഒരു സദസ്സ് സംഘടിപ്പിച്ച് 1500ഓളം അർഹരായവർക്ക് ഒരു ഭക്ഷ്യ വിതരണ കിറ്റും ചികിത്സാ സഹായവും വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായവും നൽകുന്ന പുണ്യ റമളാനെ മനോഹരമാക്കുന്ന ഈ മഹത്തായ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അഭിവന്ദ്യരായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഷജീർ ബദർ സാഹിബ്, അതുപോലെ ഖിറാഅത്ത് നടത്തിയ ബഹുമാനപ്പെട്ട മുഅദ്ദിൻ ഹബീബുള്ള, സ്വാഗതം ആശംസിച്ച സുധീർ ബഷീർ, ഉദ്ഘാടനം നടത്താനിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് മുഹമ്മദ് സാലിഹ് ജൗഹരി, ഇതിൻ്റെ രക്ഷാധികാരി അഷ്റഫ് ചാന്നാങ്കര, ബഹുമാനപ്പെട്ട നാസർ സാഹിബ് കടയറ തുടങ്ങി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉനൈസ അൻസാരി, നിരവധി പേർ, പേരെടുത്ത് പറയാൻ അർഹരായ ധാരാളം പേർ ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. എല്ലാവർക്കും അവരുടെ പേര് ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗൻ ഇവിടെ പറയുകയുണ്ടായി. അതുപോലെ സദസ്സിൽ വന്നിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരങ്ങളെ, ലോകം മുഴുവനും കാരുണ്യത്തിൻ്റെ കരസ്പർശം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുലഭ സന്ദർഭത്തിലാണ് നാം. പരിശുദ്ധ റമളാൻ പരിശോധിച്ചു നോക്കിയാൽ 200 കോടിയിലധികം ജനങ്ങൾ ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിൽ, അത് സപ്തഭൂഖണ്ഡത്തിലും, ഏഷ്യയിൽ മാത്രമല്ല, യൂറോപ്പിൽ നോക്കിയാൽ, അമേരിക്കയിൽ നോക്കിയാൽ, ഓസ്ട്രേലിയയിൽ നോക്കിയാൽ, എല്ലാ സ്ഥലങ്ങളിലും പകൽ അവർ പട്ടിണി കിടക്കുകയാണ്. ആർക്കു വേണ്ടി? സർവശക്തനായ നാഥനു വേണ്ടി. രാത്രി അവർ തറാവീഹും അതുപോലെ തഹജ്ജുദും ഖിയാമുൽ ലൈലും പ്രത്യേകമായ ആരാധനകളിൽ ഇതര മാസങ്ങളിലില്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ആർക്കു വേണ്ടി? നാഥനു വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ട മുമ്പിലിരിക്കുന്ന സഹോദര സമുദായ അംഗങ്ങളും മുസ്ലിം സഹോദരങ്ങളടക്കം
എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. 10 മിനിറ്റാണ് എനിക്ക് തന്നിരിക്കുന്ന സമയം. പാവങ്ങളെ സഹായിക്കാനും വേദനിക്കുന്നവരോട് കരുണ കാണിക്കാനും രോഗികളെ സന്ദർശിച്ച് അവർക്ക് ശുശ്രൂഷ നൽകാനും വളരെ പ്രാധാന്യം കൊടുത്ത ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. എല്ലാ മതങ്ങളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഉദയം ചെയ്തത് എന്ന് പഠനം നടത്തിയവർക്കറിയാം. മതങ്ങളെ വിമർശിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇവിടെ ഉദയം ചെയ്തത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശ പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആനും തിരു ഹദീസുകളും മഹാന്മാരായ നബിമാരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരുടെ തിരുവചനങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ സാധുക്കളെ സഹായിക്കുന്നതിലാണ് ജീവിതത്തിന്റെ നന്മയെന്നും അതിലാണ് രക്ഷയെന്നും ഒട്ടേറെ ഒന്നല്ല അനവധി നിരവധി ഹദീസുകളും തിരുവചനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞപ്പോ സ്വഹാബാക്കൾ, അനുചരന്മാർ, അന്ന് ജീവിച്ചിരുന്നവർ ചോദിച്ചു, നബിയെ, എന്തിനാണ് പാവങ്ങളെ സഹായിക്കുന്നതിൽ, രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ, ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നതിൽ, ഒരാൾക്ക് വിദ്യാഭ്യാസ സഹായം കൊടുക്കുന്നതിൽ, ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ ഇത്രയും പ്രാധാന്യം വിശുദ്ധ ഖുർആൻ ആയത്തുകളിലൂടെ പറയുന്നത്? എന്തിനാണ് അങ്ങും തിരുവചനങ്ങളിലൂടെ പറയുന്നത്? അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കുക മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ ആയത്തുകളും ഹദീസുകളും തിരുവചനങ്ങളും പാവങ്ങളെ സഹായിക്കാൻ അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞത് വബിഹിം യുർസഖൂൻ, അവരെ സഹായിക്കുന്നതിലാണ് നമുക്ക് റബ്ബിന്റെ സഹായമുള്ളത് എന്ന് അല്ലാഹ് ആദരവായ തിരുനബി മുഹമ്മദ് മുസ്തഫ. അപ്പം നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ, നമുക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ, നമുക്ക് നല്ലൊരു സംസ്കാരത്തിൽ ജീവിക്കണമെങ്കിൽ, നല്ലൊരു കുടുംബ ജീവിതം നമുക്ക് പടുത്തുയർത്തണമെങ്കിൽ പാവങ്ങളെ സഹായിച്ചാൽ മതിയാവൂ. പാവങ്ങളെ സഹായിച്ചേ മതിയാവൂ. നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നലെ ഒരു വിചിത്രമായ ആത്മഹത്യ നടന്നു അരുണാചൽ പ്രദേശിൽ. 3 പേരും മലയാളികളാണ്, സാധാരണക്കാരല്ല. ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ പഠിച്ച മിടുക്കന്മാരായ ആയുർവേദ ഡോക്ടർമാർ എന്തിനു വേണ്ടി ആത്മഹത്യ നടത്തി? വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. മരണാനന്തര ജീവിതത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ അവർ 500ഓളം 1000ഓളം വരുന്ന പേജുകൾ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുത്ത് ശരീരത്തിൽ പ്രത്യേക മുറിവുകൾ നടത്തി ബ്ലഡ് കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിച്ച് അരുണാചൽ പ്രദേശിലെ ടൂറിസം കേന്ദ്രത്തിൽ 3 പേരും ആത്മഹത്യ ചെയ്തു. അവരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാളെ ബോഡി ഇവിടെ എത്തും. അവരുടെ മരണത്തിൽ നമുക്ക് വേദനയുണ്ട്, ദുഃഖമുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, അവർ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിരുന്നു, ഞങ്ങളുടെ മരണത്തിൽ ആർക്കും ഉത്തരവാദിത്വമില്ല, ആരുടെയും പ്രേരണയിലല്ല ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്, മറിച്ച് ഞങ്ങൾക്ക് മരണാനന്തര ജീവിതം സമാധാനമാകണം. എന്തു വിഡ്ഢിത്തമാണിത്! ആരാണ് ഇവരെ ഇതിന് പ്രേരിപ്പിച്ചത്? അന്വേഷണം നടക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങൾ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ദുഷ്ടമായ ചിന്താഗതികളെ തിരഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. ആദരവായ തിരുനബി പറഞ്ഞു, മരണാനന്തര ജീവിതത്തിൽ എന്നല്ല, ഈ ജീവിതത്തിലും നിങ്ങൾക്ക് സഹായം കിട്ടാൻ ഞാൻ ഒരു മാർഗം പറഞ്ഞു തരട്ടെയോ? നിങ്ങൾ ആത്മഹത്യ ചെയ്യണ്ട. മാന്യന്മാരായ 3 മിടുക്കന്മാരായ 2 സഹോദരിമാരും ഒരു സഹോദരനും ഡോക്ടർമാരാണ്, ആയുർവേദ ഡോക്ടർമാരാണ്. ജീവിക്കാനുള്ള വകകളുണ്ട്, വഴികളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവർ ഈ അരുണാചൽ പ്രദേശിൽ വരെ പോയ പൈസ, സാമ്പത്തികമായ അവരുടെ ആ വരുമാനം, അവരുടെ ജീവിതത്തിൽ അവർ ആർജിച്ച വരുമാനം ഇതുപോലെ 100 കണക്കിന് പാവങ്ങളെ വിളിച്ചു വരുത്തി അവരുടെ കൈകളിലേക്ക് ഒരു ഭക്ഷ്യക്കിറ്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ സഹായത്തിനായി, അല്ലെങ്കിൽ അവരുടെ ചികിത്സാ സഹായത്തിനായി കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയാണ് അവർക്ക് മരണാനന്തരം മാത്രമല്ല ഈ ജീവിതത്തിലും സമാധാനം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് മഹാനായ തിരുനബിയും ലോകത്ത് വന്ന മുഴുവൻ ദാർശനിക ചിന്തകന്മാരായ വലിയ വലിയ മത നേതൃത്വവും ഈ ലോകത്ത് പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇർഹമൂ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഈ ആയത്തിനെ, ഈ ഹദീസിനെ അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാൻ ഏറ്റവും അർഹർ നമ്മുടെ വീട് മുതൽ തുടങ്ങണം.
പ്രായം ചെന്ന ഉപ്പയും ഉമ്മയും വീട്ടിലുണ്ടാകുമ്പോ അവരെ നേരെ സ്നേഹത്തോടെ ഒന്ന് നോക്കാതെ പുറത്തിറങ്ങി രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ചെറുപ്പക്കാരെ, നിന്റെ മുദ്രാവാക്യത്തിന് ഒരു പ്രസക്തിയുമില്ല. കാരണം നിന്റെ കൂടെ ഒന്ന് 5 മിനിറ്റ് സംസാരിക്കാൻ പ്രായം ചെന്ന ഉപ്പ ആഗ്രഹിക്കുന്നു, ഉമ്മ ആഗ്രഹിക്കുന്നു, നിനക്ക് സമയമില്ല. നീ രാഷ്ട്രീയ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം ചെയ്തോളൂ, വേണ്ട എന്ന് പറയുന്നില്ല. കരുണ ആഗ്രഹിക്കുന്ന പാവങ്ങൾ വീട്ടിനകത്തുണ്ട്. രോഗിയായ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, വല്ലിപ്പയുണ്ട്. അവരെ കൂടെ ഒരു 5 മിനിറ്റ് നേരം സംസാരിക്കാൻ നിനക്ക് മനസ്സ് വെക്കണം. കരുണ വീട്ടിൽ നിന്ന് തുടങ്ങണം, അയൽ വീട്ടിൽ നിന്ന് ആരംഭിക്കണം, സമൂഹത്തിൽ തുടങ്ങണം, എങ്ങനെ രാജ്യം മുഴുവനും വ്യാപിക്കണം. ഇങ്ങനെ കരുണയുള്ള മനസ്സുകൾ വളർത്തിയെടുക്കാനാണ് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരാൾ ഭയങ്കര നമസ്കാരം, ഒരാൾ ഭയങ്കരമായ നോമ്പ്, പക്ഷെ അയാളിൽ കാരുണ്യമില്ല, അയാൾക്ക് മറ്റുള്ള ജീവികളുടെ, മറ്റ് സഹോദരങ്ങളോടുള്ള സ്നേഹമില്ല, അയാളുടെ നിസ്കാരം അള്ളാഹുവിന് ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായി തിരുനബി പറഞ്ഞു. നിസ്സാര കാര്യമല്ല. ഈ പുണ്യ റമളാനിൽ നമ്മൾ വിശ്വസിക്കുന്നത്, ഒരാൾക്കൊരു ദാനം കൊടുത്താൽ, ഒരാൾക്കൊരു സഹായം കൊടുത്താൽ 70 മുതൽ 700 വരെ, ഒരു ഹദീസിൽ കാണാം അത് 70,000 വരെ, മറ്റൊരു ഹദീസിൽ കാണാം അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞ ഈ വിശുദ്ധ റമളാൻ, കോടിക്കണക്കിന് ജീവകാരുണ്യ പ്രവർത്തനം, കോടാനകോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട്, ഈ വാക്യത്തെ അനുധാവനം ചെയ്തുകൊണ്ട് മുസ്ലിം സഹോദരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അഭിമാനമാണ്. നാം ചിന്തിക്കണം, ആലോചിക്കണം. 9 വർഷമായി ഇവിടെ നന്മ എന്ന ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് സഹതപിക്കുന്ന മനസ്സുകൾക്ക്, കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർക്ക് അവരെ സഹതപിക്കുന്നതിനേക്കാൾ അവരെ സഹായിക്കലാണ് ഗുണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു. ഞാൻ ഓർക്കുന്നു, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു യോഗത്തിൽ ഇവിടെ വെച്ച് കേരളത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാർ ഇവിടെ വന്ന് സംസാരിച്ചു. ഇസ്ലാം മതം ബാബു പോൾ സാർ, ഡോക്ടർ ബാബു പോൾ സാർ, ഇന്നും അദ്ദേഹത്തിന്റെ ആ വരവും അദ്ദേഹത്തിന്റെ സംസാരവും എൻ്റെ കൺമുമ്പിൽ കാണുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ പാവങ്ങളെ സഹായിക്കുന്നതിൽ ഇസ്ലാം മതം എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുവോ അതുപോലെ തന്നെ ക്രിസ്തു മതവും പ്രാധാന്യം കൊടുക്കുന്നു, ഹൈന്ദവ മതങ്ങളും കൊടുക്കുന്നു. പക്ഷെ ആരും ചെയ്യുന്നില്ല, അധിക പേരും ചെയ്യുന്നില്ല. എനിക്കുറച്ച വിശ്വാസമുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു, പാവങ്ങളെ സഹായിക്കുന്നതിലൂടെ നല്ല മരണം എനിക്ക് കൈവരാൻ സാധിക്കും, എനിക്കുറപ്പുണ്ട് എന്ന് അദ്ദേഹം ഈ യോഗത്തിൽ നിന്ന് പ്രഖ്യാപിച്ച് പ്രസംഗിച്ചു പോയി. അടുത്ത വർഷം അദ്ദേഹം രോഗബാധിതനായി. അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്ന് എല്ലാ വർഷവും ഒരു പങ്ക് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ എൻ്റെ ബന്ധുക്കളോട് ഞാൻ കരാർ പത്രം എഴുതി, ഞാൻ രോഗിയായി എത്ര സീരിയസ് ആയാലും എന്നെ വെന്റിലേറ്ററിൽ വെക്കരുത്, ഞാൻ സുഗമമായി മരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി. എന്താണ് അദ്ദേഹം പറയാൻ കാരണം? തിരുനബിയുടെ വചനങ്ങൾ, ബഹുമാനപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങൾ ആദരിക്കുന്ന യേശുവിന്റെ മഹത് വചനങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം അന്ന് പറഞ്ഞതുപോലെ 2 ദിവസം മാത്രമാണ് അദ്ദേഹം ICUവിൽ കിടന്നത്. അദ്ദേഹത്തിന്റെ ശരീരം വെന്റിലേറ്ററിൽ വെച്ചില്ല. സുഗമമായി അദ്ദേഹം ഇവിടെ നിന്ന് വിട പറഞ്ഞു. ഇന്നും അദ്ദേഹത്തിന്റെ മഹിതമായ മാതൃകൾ ഇവിടെ നടക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ബാബു പോൾ സാറിന്റെ മാത്രം കാര്യമല്ല. ലോകത്ത് എവിടെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഈ ദാനധർമ്മങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരൊക്കെ സമാധാനത്തോടെ, സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ എത്രയോ മഹിതമായ കാഴ്ചകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇതിനുവേണ്ടി പരിശ്രമിച്ചവർ, അതിനുവേണ്ടി സഹായിച്ചവർ, അതിനുവേണ്ടി പ്രവർത്തിച്ചവർ എല്ലാവർക്കും സർവശക്തനായ നാഥൻ അവന്റെ കൃപാ കടാക്ഷം കൊണ്ട് ഈ ജീവിതത്തിലും നമുക്ക് മരിക്കുമ്പോൾ മാത്രമല്ല ജീവിക്കുമ്പോഴും അന്തസ്സോടെ സമാധാനത്തോടെ ജീവിക്കണം. സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കാലം, വീട്ടിലേക്ക് കയറുമ്പോൾ സ്വസ്ഥതയില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ മുഖത്ത് നോക്കിയാൽ പിണക്കം, മക്കളും മാതാപിതാക്കളും തമ്മിൽ മുഖത്ത് നോക്കിയാൽ പിണക്കം. ഈ അസ്വാരസ്യങ്ങളൊക്കെ മാറും പാവങ്ങളെ സഹായിക്കാൻ മുന്നിട്ട് വന്നാൽ. പാവങ്ങളെ, കഷ്ടപ്പെടുന്നവരെ, പീഡിപ്പിക്കപ്പെടുന്നവരെ, തടവിലകപ്പെടുന്നവരെ സഹായിക്കാൻ മുന്നിട്ട് വന്നാൽ. നിങ്ങൾ നോക്കൂ, ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, നിർത്തുന്നു. ഈ വർത്തമാനകാല സാഹചര്യം വളരെ ഉണർന്ന് ഐക്യത്തോടെ, ഒത്തൊരുമയോടെ നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ രാജ്യം മുഴുവനും വല്ലാത്ത ഒരു രാഷ്ട്രീയ ക്യാൻസർ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 വർഷത്തോളം
7 വർഷത്തോളം കേന്ദ്രത്തിന്റെ വ്യോമയാന മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ CBI രജിസ്റ്റർ ചെയ്ത് 7 വർഷത്തോളം അഴിമതി കേസ് നടന്നുകൊണ്ടിരുന്ന ആ മുൻ മന്ത്രി ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നപ്പോ അദ്ദേഹത്തിന്റെ കേസ് മുഴുവനും ഇല്ല, എല്ലാം എഴുതിത്തള്ളി. 7 വർഷം കൊണ്ട് CBI രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേസാണ്. പ്രമുഖനായ ഒരു കേന്ദ്രമന്ത്രി അതേസമയം ഒരു തെളിവുമില്ലാതെ ഒരു സാക്ഷിയുടെ പേരിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ തടവിലിട്ട് വീണ്ടും റിമാൻഡ് കാലാവധി നീട്ടി എങ്ങനെയെങ്കിലും ഇലക്ഷൻ കഴിയുന്നതുവരെ തടവിലിടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികളെ മുഴുവനും പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത വർത്തമാനകാല സാഹചര്യം ജനാധിപത്യത്തെ നശിപ്പിച്ച് ഈ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ പ്രവർത്തിക്കുന്നവരുടെ ഇടയിലാണ് നാം നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് തിരിച്ചറിഞ്ഞ് ഒറ്റക്കെട്ടായി ഐക്യത്തോടെ മുന്നോട്ടു പോകാൻ ഈ സന്ദർഭം, ഈ മഹനീയമായ അവസരം ഇതൊരു മുതൽക്കൂട്ടാകട്ടെ, ഇതൊരു കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്ന് ഈ സദസ്സിൽ നമ്മുടെ കണിയാപുരം മുസ്ലിം ജമാഅത്തിൽ 10-15 വർഷത്തിലധികമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ നാമം അഥവാ ബാങ്ക്, എല്ലാവരും ആദരിക്കുന്ന പരിശുദ്ധമായ ബാങ്ക്, അതൊരു സമാധാനത്തിന്റെ ശബ്ദമാണ്, ഒരു സമാധാനത്തിന്റെ ക്ഷണമാണ്. ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും വരൂ. പള്ളികളും ആരാധനാലയങ്ങളും സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാണ്. ആ മെസ്സേജ് കൊടുക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ട ബഹുമാനപ്പെട്ട മുഅദ്ദിൻ ഹബീബ് സാഹിബ്, അദ്ദേഹത്തെ ആദരിക്കുന്നു ഈ നന്മയിൽ. അല്ലാഹു തആല അദ്ദേഹത്തിന് ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ നോക്കൂ, കേട്ടില്ലേ നിങ്ങൾ വാർത്തകളിൽ ഈ വിശുദ്ധമായ ബാങ്ക്, വെറും 2 മിനിറ്റ് എടുക്കുന്ന ഈ ബാങ്കിൽ കർണാടകയിൽ ഒരു സ്ഥലത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ അതേ സമയം തൊട്ടടുത്ത കടയിലിരുന്ന് ആ ബാങ്കിന്റെ ശബ്ദത്തെ അരോചകമാക്കുമാറ് മനഃപൂർവ്വം പാട്ടിടുന്നു. നമ്മളാരും എതിരല്ല. ക്ഷേത്രങ്ങളിൽ എത്രയോ ഗാനങ്ങൾ പാടുന്നു, ക്രൈസ്തവ ദേവാലയങ്ങളിൽ എത്രയോ പാടുന്നു, അതാരും എതിരല്ല. ഇസ്ലാമിന് പ്രത്യേകിച്ച് ഒരു മുസ്ലിം പണ്ഡിതൻ എന്ന നിലയിൽ എനിക്ക് പറയാം, ധൈര്യമായി നമ്മുടെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത് ഒരു മതത്തെയും വെറുക്കാൻ പാടില്ല, ഒരു മതത്തിന്റെ അനുയായികളെയും കുറ്റം പറയാൻ പാടില്ല. അവരുടെ ആരാധനാലയങ്ങളോ അവരുടെ ആരാധനാ രീതികളെയോ അവരുടെ ആരാധനാ മന്ത്രങ്ങളെയോ നമ്മൾ കുറ്റപ്പെടുത്തരുത്. പരിശുദ്ധ ഇസ്ലാം നിർബന്ധമായി പറയുന്നു, അങ്ങനെ കുറ്റപ്പെടുത്തിയാൽ അവൻ തെറ്റുകാരനാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്കിന്റെ ശബ്ദത്തെ അതിനെ വളരെ മോശമാക്കത്തക്ക രൂപത്തിൽ ആ സമയത്ത് പാട്ട് ഉച്ചത്തിൽ വെച്ച് അവിടെ ഒരു സാമുദായിക അന്തരീക്ഷം തകർക്കുന്ന, സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന ഒരു സംഭവം നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റിൽ കർണാടകയിൽ ഉണ്ടായി. അത് പണ്ട് ഗുജറാത്തിൽ ഉണ്ടായിരുന്നു, UP ഉണ്ടായിരുന്നു, മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു. ഇതാ സമാധാനത്തിന്റെ പ്രദേശങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയാണ്. അവർക്ക് ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഇത്തരം ധൈര്യത്തിൽ ഇവരൊന്നും ഇങ്ങനെ ചെയ്യില്ല. നമ്മുടെ രാജ്യത്തിന്റെ മഹനീയമായ സാംസ്കാരിക പാരമ്പര്യങ്ങളെ കെടുത്തിയുയർത്തിയ ഇവിടുത്തെ പ്രബലമായ ഒരു വിഭാഗമാണ് മുസ്ലിം സഹോദരങ്ങൾ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എല്ലാ ഓഗസ്റ്റ് 15-നും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത് ചെങ്കോട്ടയിൽ ഇരുന്നാണ്. ആരാണ് ചെങ്കോട്ട പണിതത് സഹോദരങ്ങളെ? ഷാജഹാൻ ചക്രവർത്തി എന്ന മുസ്ലിം പേരുള്ള മഹനീയമായ ഒരു ഭരണാധികാരിയാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടും മായ്ച്ചാലും മായ്ക്കാൻ കഴിയാത്ത അടിത്തറകളുള്ള സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു രാജ്യത്തിന്റെ മുഖ്യ ന്യൂനപക്ഷമാണ് മുസ്ലിം സഹോദരങ്ങൾ. അവരെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുത്താനും അവരെ മാനസികമായി പ്രയാസപ്പെടുത്താനുമുള്ള നിയമങ്ങൾ അണിയറയിൽ പാർലമെന്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഈ പുണ്യ റമളാനിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാം ഈ അസുലഭ സന്ദർഭത്തിൽ, ഈ മഹത്തായ നന്മയുടെ ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തുന്ന ഈ സമയത്ത് ആത്മാർത്ഥമായി നാം നാഥനോട് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ഇറാഖിൽ നടന്നതുപോലെ, സിറിയയിൽ നടന്നതുപോലെ, ഈജിപ്തിൽ നടന്നതുപോലെ പരസ്പരം സഹോദരങ്ങൾ തമ്മിലടിച്ച് അഭയാർത്ഥികളെ പോലെ നഷ്ടപ്പെട്ടു പോകേണ്ട രാജ്യമല്ല ഇന്ത്യ രാജ്യം. സമാധാനത്തോടുകൂടെ കഴിയേണ്ട ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടണം. അതിന് നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നും ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുസ്ലിം അസോസിയേഷന്റെ അഭിവന്ദ്യരായ പ്രസിഡന്റ് നാസർ കടയറ സാഹിബ്, നാസർ കടയറ നമ്മുടെ നാടിന്റെ ഒരു അഭിമാനമാണ്. അദ്ദേഹത്തെ ആദരിക്കുകയാണ്. മുസ്ലിം അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന വലിയൊരു സ്ഥാപനമാണ്. നിസ്സാരമല്ല അതിൻ്റെ
ഉത്തരവാദപ്പെട്ട സ്ഥാനത്തേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ കയറി വന്ന നമ്മുടെ ജമാഅത്ത് അംഗം ബഹുമാനപ്പെട്ട നാസർ സാഹിബിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. കഷ്ടപ്പാടിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ത്യാഗങ്ങളിൽ നിന്നും വളർന്നു വന്ന് അദ്ദേഹം എങ്ങനെ ഒരു പദവിയിലേക്ക് എത്തിയത്, നമ്മുടെ നാട്ടിൽ മുസ്ലിം അസോസിയേഷൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരുപാട് സഹായങ്ങളും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും പലർക്കും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സ്നേഹ മനസ്സുള്ളവരുടെ അധികാരങ്ങൾ നിലനിൽക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നൗഷാദ് സാഹിബ് തോട്ടുങ്കര നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗൻ പറഞ്ഞതുപോലെ നമ്മുടെ കണിയാപുരത്തിൻ്റെ വികസനത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഹൈവേയുടെ പ്രത്യേകമായ ആ ഹൈവേയിൽ വന്നിയ മാറ്റത്തിനു വേണ്ടി രാവും പകലുമില്ലാതെ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട നൗഷാദ് തോട്ടുങ്കര, അതുപോലെ അദ്ദേഹത്തെയും ഇവിടെ ആദരിക്കുകയാണ്. ഈ മഹനീയമായ കർമ്മത്തിൽ നന്മയുടെ പ്രവർത്തകരായി ഓടി നടന്ന് രാവും പകലുമില്ലാതെ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടി തയ്യാറാക്കി അതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാ പ്രവർത്തകർക്കും സഹായിച്ച നല്ലവരായ വിദേശി നമ്മുടെ പ്രവാസി ലോകത്തുള്ള സഹോദരങ്ങൾക്കെല്ലാം നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും ഈ മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേരുകയാണ്. ഇനിയും ഇതിനേക്കാൾ വലിയ രൂപത്തിൽ ഇതുപോലെ പാവങ്ങളെ സഹായിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം, നമ്മുടെ കുടുംബത്തിൻ്റെ നല്ല അന്തരീക്ഷം നിലനിർത്താൻ എല്ലാവർക്കും നാഥൻ സഹായിക്കട്ടെ എന്ന് ഒന്നുകൂടി പ്രാർത്ഥിച്ച് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് ആമുഖ പ്രസംഗമാണ്. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത പ്രവർത്തകൻ, നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അമരക്കാരൻ, രക്ഷാധികാരി ശ്രീ അഷ്റഫ് ചാന്നാങ്കരയെ ആദരപൂർവ്വം ആമുഖ പ്രസംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയപ്പെട്ട മഹത്തായ ജീവകാരുണ്യ സംഘടനയുടെ അമരക്കാരൻ, അധ്യക്ഷൻ, പ്രസിഡന്റ് ഷജീർ ബദറുദ്ദീൻ, വിദേശത്തിരുന്നു കൊണ്ട് ഈ പരിപാടി വീക്ഷിക്കുന്ന മഹത്തായ ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ജാഫർ ഇബ്രാഹിം, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മഹത്തായ വേദി റമദാൻ റിലീഫ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട അൽ ഉസ്താദ് ജൗഹരി അവർകൾ, ഏറെക്കാലമായി കണിയാപുരം മേഖലയിൽ ദീനീ വിജ്ഞാനത്തിൻ്റെ പൊൻപ്രഭ വാരിവിതറിക്കൊണ്ട് പകരം വയ്ക്കാനില്ലാത്ത ഇമാമുമാരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായ, ഇവിടെ നിന്നുകൊണ്ട് ദീനീ വിദ്യാഭ്യാസം കരസ്ഥമാക്കുകയും ഇവിടെ തന്നെ നമുക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ മഹത്തായ ഇമാം അൻവരി ഉസ്താദ്, മുസ്ലിം അസോസിയേഷൻ്റെ കരുത്തനായ അമരക്കാരനും തിരുവനന്തപുരം ജില്ലയിലാകമാനം വിദ്യാഭ്യാസത്തിൻ്റെ പൊൻപ്രഭ വാരി വിതറിക്കൊണ്ട് ഒരുപാട് കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂഷനുകളും നടത്തുന്ന മുസ്ലിം അസോസിയേഷൻ്റെ അമരക്കാരൻ നാസർ കടേറ സാഹിബ്. നിങ്ങൾക്കറിയാം, വളരെ കാലമായി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 52 വർഷങ്ങളായി കണിയാപുരം റെയിൽവേ മേൽപ്പാലത്തിന് വേണ്ടി മുട്ടാത്ത രാഷ്ട്രീയ പാർട്ടിക്കാരില്ല, അതിനുവേണ്ടി ശ്രമിക്കാത്തവരില്ല. കണിയാപുരം NH ഹൈവേ പൂർത്തിയാകുമ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള മേൽപ്പാലം പണിതുകൊണ്ടായിരിക്കും, പില്ലറിലൂന്നിയ ഹൈവേയിലായിരിക്കും പാലം വരിക എന്ന്. പക്ഷേ നമ്മളെല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കണിയാപുരത്തിനെ വേലി കെട്ടി അടച്ചുകൊണ്ട് രണ്ടായി വേർതിരിച്ചുകൊണ്ട് മണ്ണിട്ട് നികത്തി അതിൻ്റെ മുകളിലൂടെ ഹൈവേ പടർത്തുയർത്തുകയും നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തന്നെ തടസ്സം സൃഷ്ടിക്കുകയും അതിനുവേണ്ടി അവിടെ വെള്ളപ്പൊക്കം വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള റോഡാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിനെതിരെ പടപൊരുതുകയും വലിയൊരു ജനാവലിയെ മുൻനിർത്തിക്കൊണ്ട് ഹൈവേ ഉപരോധം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മന്ത്രിയായ നിതിൻ ഗഡ്കരിയെ ഡൽഹിയിൽ പോയി നേരിട്ട് കണ്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുകയും അതുവഴി നമുക്കൊരു മേൽപ്പാലം ഇവിടെ അനുവദിക്കാൻ സാധ്യതയുണ്ട് എന്ന് അനൗദ്യോഗികമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി മുൻനിരയിൽ നേതൃസ്ഥാനത്ത് നിന്ന് ഇതിൻ്റെ സംഘാടക സമിതിയുടെ അമരക്കാരനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ചെയർമാൻ ശ്രീ തോട്ടുങ്കര നൗഷാദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉനൈസ അൻസാരി, അതുപോലെ തന്നെ നന്മയുടെ കാര്യദർശികളായ എല്ലാവർക്കും
എല്ലാവരെയും സംബോധന ചെയ്തുകൊണ്ട് പറയട്ടെ, കഴിഞ്ഞ 9 വർഷമായി നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ട് ഈ വേദിയിൽ നിങ്ങളെ കഴിഞ്ഞ 9 വർഷമായി ഞങ്ങൾ വിളിച്ചു വരുത്തുകയും അർഹമായ രീതിയിൽ തന്നെ നിങ്ങളെ പരിഗണിച്ചുകൊണ്ട് അർഹരായ 550 കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങി സർവശക്തൻ്റെ അലംഘനീയ വിധി മൂലം ഇന്ന് നമ്മൾ 1200ഓളം പേർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തുകയും 1 ലക്ഷം രൂപ പാവപ്പെട്ട ഹൃദ്രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും ചികിത്സാ സഹായമായി നൽകുകയും അതിനോടനുബന്ധിച്ച് തന്നെ ആകെ ചിലവ് 15 ലക്ഷം രൂപയാണ് ഇത് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത്. ഇതിനായിട്ട് നമ്മളെ ഏറെ സഹായിച്ചിട്ടുള്ളത് പ്രവാസികളായ സഹോദരങ്ങൾക്കാണ്. ഈ പരിപാടി വീക്ഷിക്കുന്ന അവരെ ആദ്യമായിട്ട് തന്നെ ഞാൻ അവരോടുള്ള കടപ്പാട് നന്ദിയും അറിയിക്കട്ടെ. വിനീതനായ ഞാനും ഒരു പ്രവാസിയായിരുന്നു. പക്ഷേ അവിടെ നിന്നുകൊണ്ട് അന്ന് പ്രവർത്തിച്ചതിനേക്കാൾ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നേരിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഇനിയും നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് മുന്നേറാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സ്നേഹവും സഹകരണവും നമുക്ക് ഉണ്ടാകണം എന്നും സമയച്ചുരുക്കം കൊണ്ട് കൂടുതൽ നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ സുധീർ ബഷീർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, അടുത്തതായി നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനമാണ്. അതിനായി പണ്ഡിതനും അധ്യാപകനും ജീവകാരുണ്യ പ്രവർത്തകനും ഉജ്ജ്വല വാഗ്മിയുമായ ഉസ്താദ് മുഹമ്മദ് സ്വാലിഹ് ജൗഹരി അവർകളെ വളരെ വിനയത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله العلي العظيم. മഹത്തായ ഖുർആനിന്റെ പ്രോജ്വലമായ ഈ സൂറത്ത് കൊണ്ട് ഔപചാരികമായി ഈ നന്മയുടെ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായി അറിയിക്കട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. ഒരു മനോഹരമായ പ്രഭാതത്തിൽ, അതിലേറെ സന്തോഷത്തിൽ, പടച്ചവന്, പടച്ച റബ്ബിന് ഏറ്റവും മനോഹരമായ ഒരു നിമിഷം സമ്മാനിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ സൽക്കർമ്മമാണ്. ആ ഒരു സുന്ദരമായ, ഒരു മനോഹരമായ ഒരു പ്രഭാതത്തിലാണ് നന്മയുടെ വലിയ പ്രവർത്തനവും നന്മയുടെ വലിയ സുഹൃതവും പൊഴിക്കുന്ന മഹത്തായ റമളാനിലെ 25-ാം രാവിനെ പ്രതീക്ഷിക്കുന്ന എന്തുകൊണ്ടും നല്ലൊരു ദിവസമാണ്. കാരണം ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന 1000 മാസത്തിനേക്കാൾ പവിത്രമായ ഒരു ദിവസത്തിന്റെ, ഒരു രാത്രിയുടെ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലം ലഭിക്കുന്ന ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന റമളാനിന്റെ ഏറ്റവും സുന്ദരമായ രാവിൽ ഇന്ന് വെള്ളിയാഴ്ച രാവ് കൂടിയാണ്. അൽഹംദുലില്ലാഹ്, ഈ ദിവസം തെരഞ്ഞെടുത്തത് നന്മയുടെ പ്രവർത്തനത്തിന് അള്ളാഹു നൽകിയ വലിയൊരു സഹായമാണ്. കാരണം ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു രാത്രിയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച രാവ് കൂടിയാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മനസ്സിന്റെ നന്മയ്ക്ക്
പടച്ചതമ്പുരാൻ നൽകുന്ന വലിയ അനുഗ്രഹം. നാട്ടിലും വിദേശത്തുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ 3 മാസം, ഈ വർഷം 3 മാസം, ഓരോ വർഷവും 2-3 മാസങ്ങളിൽ അഹോരാത്രം കഷ്ടപ്പെട്ടു ഓടി നടന്നു. എന്തിനു വേണ്ടിയാ? അവർക്കും വീട്ടിലിരുന്നാ മതി, അവർക്കും ഈ ചൂടത്ത് വീട്ടിലിരുന്നാ മതി, അവർക്കും നല്ല AC യിലിരുന്നാൽ മതി, അതിനെല്ലാം സൗകര്യമുണ്ടെങ്കിലും ഇത് എന്റെ ജീവിതത്തിലെ വലിയ സൽക്കർമ്മമാണ്. ഞാൻ ഇവിടുന്ന് കടന്നു പോകുമ്പോ എന്ത് ചെയ്തു നിന്റെ ജീവിതത്തിലെന്ന് പടച്ചവൻ ചോദിക്കുമ്പോ, റബ്ബേ, കയ്യും കാലും കണ്ണും കാതും കരളുമൊക്കെ കൊടുത്ത ബദിരീങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ നന്മയുടെ പ്രവർത്തകർക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ നിമിഷത്തിലാണ് നമ്മളിവിടെ ഉള്ളത്. ചിലപ്പോ നമ്മളൊക്കെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കണ്ടുപിടിക്കും. മനുഷ്യ സഹജമാണ്, മനുഷ്യര് സ്വാഭാവികമാണ്, ചിലപ്പോൾ തെറ്റുകൾ കണ്ടുപിടിക്കും. പടച്ചവനും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, എത്ര നന്മ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ മനുഷ്യൻ കുറ്റം പറയും. എല്ലാ ദിവസവും 100 രൂപ കൊടുത്തു, പക്ഷെ ഒരു ദിവസം കൊടുക്കാൻ പറ്റിയില്ല, എന്നാൽ ഈ കൊടുക്കാത്ത ദിവസം നമ്മൾ കുറ്റം പറയും, എന്തെങ്കിലും കുറ്റങ്ങൾ പറയും, അവനിപ്പോ വലിയ ആളായിപ്പോയെന്ന് പറയും. പക്ഷെ പടച്ചവൻ അങ്ങനല്ല. നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് പടച്ചവനെ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് പൊറുത്തു തരും. അള്ളാഹു ഏറ്റം പൊറുക്കും, ക്ഷമിച്ചിടും. മറ്റാർക്കും ഇത്രയും കാരുണ്യമില്ലടോ എന്ന് പറഞ്ഞതുപോലെ റബ്ബും നമ്മളും തമ്മിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നന്മ 9 വർഷമായി ഇവിടെ ചെയ്യുന്ന പ്രവർത്തനം നല്ലതാണോ മോശമാണോ എന്ന് നമ്മുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് ഈ എരിപൊരിയുന്ന വെയിലത്ത് അള്ളാഹു നമുക്ക് മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ നാടുകളിൽ സമ്പൽ സമൃദ്ധമായ മഴ നൽകണേ അല്ലാ. ഈ സ്വതക്കയുടെ, ഈ നന്മയുടെ, പടച്ചവനെ, ഈ നന്മയുടെ പ്രതിഫലം കൊണ്ട് അള്ളാഹുവെ, ഈ നൽകുന്ന ഓരോ പൈസകളും മണലാരുണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കി, നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കി അവരെ മുമ്പിൽ ചെന്ന് ഈ നന്മയുടെ പ്രവർത്തനം റിലീഫ് നടത്തണമെന്ന് പറയുമ്പോൾ കൊടുക്കുന്ന പൈസയുണ്ടല്ലോ, ആ നന്മയുടെ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങൾക്ക് നീ റഹ്മത്തിന്റെ മഴ നീ വർഷിപ്പിക്കണം അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ സമാധാനം നൽകണമല്ല, ഞങ്ങളുടെ നാടുകളിൽ നീ സമാധാനം നൽകണമല്ല. അതുകൊണ്ട് ഈ ആരെങ്കിലും എന്തെങ്കിലും അതിലൊരു മുള്ള് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഒരു കുറ്റം കണ്ടുപിടിക്കുന്നെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഈ നാട്ടിൽ, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ട ഒരു സമയമുണ്ട്. ഹത്താ സുർതുമുൽ മഖാബിർ. ഈ സംസാരവും ഈ ഒത്തുചേരലും ഈ വഴക്കും ഇതെല്ലാം അവസാനിച്ച് നമ്മളൊക്കെ പോകേണ്ട ഒരു സമയമുണ്ട്. അവിടെ മേരെ ഉള്ളൂ ഇതൊക്കെ. അത് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. അതിന് നമ്മളിപ്പം ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? സദക്ക കൊടുക്കുമ്പോൾ എല്ലാവരെയും ഇങ്ങനെ വിളിച്ചു കൂട്ടി കൊടുക്കണോ, അതല്ല രഹസ്യമായിട്ട് കൊടുക്കണോ എന്ന് ചോദിച്ചാൽ എത്രയെത്ര തെളിവുകളുണ്ട്. രഹസ്യമായി കൊടുക്കേണ്ടത് രഹസ്യമായി തന്നെ കൊടുക്കട്ടെ, പരസ്യമായി കൊടുക്കേണ്ടത് അത് പരസ്യമായി കൊടുക്കട്ടെ. സിർറം വഅലാനിയ, പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഇതിങ്ങനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് മനുഷ്യൻ പലപ്പോഴും നന്മയാൾക്കാൾ കൂടുതൽ തിന്മയാണ് കാണുന്നത്. ഒരു മനുഷ്യൻ ചെന്നിട്ട് കുയിലിനോട് പറഞ്ഞു, നിന്റെ പാട്ട് കേൾക്കാൻ നല്ലതാണ്, പക്ഷേ നിന്നെ കാണാൻ അത്ര രസമില്ല, നീ കറുത്തിരിക്കുക. റോസാ ചെടിയുടെ അടിയിലൂടെ കടന്നു പോയിട്ട് പറഞ്ഞു, പൂവിനെ കാണാൻ നല്ല രസമാണ്, പക്ഷേ അതിൽ മുള്ളുണ്ട്, അതുകൊണ്ട് അത്ര പോരാ. താമരച്ചെടിയുടെ അടിയിലൂടെ പോയിട്ട് പറഞ്ഞു, കാണാൻ വളരെ സൗന്ദര്യമാ, പക്ഷെ നീ ചെളിയിലാണ് പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഈ കഥയിൽ പറയുന്നു, ഇത് മൂന്നും കൂടി മനുഷ്യന്റെ അടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, നീ നല്ല ആളാണ്, എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യും, പക്ഷേ നിന്റെ ഈ കുറ്റം പറച്ചിൽ മാറ്റിക്കഴിഞ്ഞാൽ
നീ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയുന്നത് മാറ്റിക്കഴിഞ്ഞാൽ നീ ഏറ്റവും നല്ല ആളാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കിറ്റുകൾ നമുക്ക് നൽകുന്നത് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ, അവിടെ നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ, സുബ്ഹാനല്ലാഹ്, ഫലസ്തീനിലൊക്കെ നമ്മൾ കാണുന്നത് ഒരു ഉമ്മ നോമ്പ് തുറക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ആ ഉമ്മ ഇങ്ങനെ കുഞ്ഞു മക്കൾ അടുത്തിരുന്ന് ഇങ്ങനെ നോക്കുന്നു. ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിലെന്തോ ഇട്ട് തിളപ്പിച്ചിട്ട് ഇങ്ങനെ അതിലിങ്ങനെ ഇളക്കുകയാണ്. അപ്പോൾ ഓട്ടോഗ്രാഫ് ചെന്ന് ചോദിച്ചു, എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് ചെയ്യാനാണ്, വെള്ളമെടുത്തിട്ട് ഇല അതിലിട്ട് ഇങ്ങനെ കറക്കി തിളപ്പിച്ച് കുട്ടികളേക്ക് ഭക്ഷണം കൊടുക്കാനില്ലാത്ത വലിയ ബുദ്ധിമുട്ടിൻ്റെ പ്രയാസത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഇന്നലെ അവർക്ക് കുറേ ഭക്ഷണം പോകുന്ന, കുറേ ലോറികളിൽ ഇങ്ങനെ ഭക്ഷണം പോകുന്ന വലിയൊരു വീഡിയോ കണ്ടു. കാണുമ്പോൾ അൽഹംദുലില്ലാ, എത്രയോ നല്ല പ്രവർത്തനങ്ങളാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അതുപോലെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, നമുക്ക് ദുആ ചെയ്യണം. ഏത് പ്രതിസന്ധി വന്നാലും, എത്രമാത്രം പ്രത്യാക്രമണങ്ങൾ വന്നാലും, എന്തെല്ലാം മോശമായ അവസ്ഥ വന്നാലും നമ്മൾ ദുആ ചെയ്യണം. നന്മയുടെ പ്രവർത്തനം ഇവിടെ നിലനിൽക്കണം. നമ്മൾ ദുആ ഇരക്കണം. നമ്മുടെ ദുആഇന് ഏറ്റവും ഇജാബത്തുള്ള സമയമാണിത്. നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയം. നമ്മൾ സംസാരിക്കാൻ നിൽക്കരുത്, മറ്റുള്ള കാര്യം പറയാൻ നിൽക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എൻ്റെ ഉപ്പമാരോട് പറയാനുള്ളത്, ആ സമയത്ത് നമ്മൾ മറ്റ് സംസാരങ്ങളിൽ ഏർപ്പെടാതെ എത്രയോ മണിക്കൂറുകൾ പടച്ചവന് വേണ്ടി നോമ്പ് പിടിച്ചിട്ട് നമ്മൾ ആ സമയത്തുള്ള ദുആ അല്ലാഹു അത് കേൾക്കുക തന്നെ ചെയ്യും. നമ്മുടെ മക്കളെ നല്ലവരാക്കണ്ടേ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് ഖൈർ നൽകണ്ടേ, മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണ്ടേ, മാതാപിതാക്കളെ മനസ്സിലാക്കുന്നവരാക്കണ്ടേ, മാതാപിതാക്കൾ ആരാണ് എന്ന് മനസ്സിലാക്കണ്ടേ. രാത്രിയിൽ നമുക്ക് വേണ്ടി ഭക്ഷണപ്പൊതിയുമായി വരുന്ന പിതാവ്, എൻ്റെ മകൾ ഉറങ്ങിയോ മകൻ ഉറങ്ങിയോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കടന്നു വന്ന് നമ്മുടെ തൊട്ടിലിൽ വന്ന് കുഞ്ഞിളം കാലിൽ ഉമ്മ വെച്ച ഉപ്പയെയും, നമ്മളെ താരാട്ടുപാടി ഉറക്കിയ ഉമ്മയെയും നമ്മൾ മറക്കാൻ പാടുണ്ടോ? കഴിഞ്ഞ വർഷം ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ഉമ്മ വിളിക്കുമായിരുന്നു. എൻ്റെ ഉമ്മ വിളിച്ചു ചോദിച്ചു, മോനെ എവിടെ എത്തി, പരിപാടിയൊക്കെ എന്തായാലും ചോദിച്ചു. പക്ഷേ ഈ വർഷം ഉമ്മ വിളിക്കാനില്ല. ഉമ്മ 6 അടി മണ്ണിൻ്റെ ഉള്ളിലാണ്. അല്ലാഹു ഖബർ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, അവരുടെ പ്രാർത്ഥനകളുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂര് സീനാ പർവ്വതം കയറുമ്പോ കാലൊന്ന് വഴുതിയപ്പോ പടച്ചവൻ പറഞ്ഞു, മൂസ ഇനി കയറുമ്പോ ശ്രദ്ധിക്കണം, കാരണം നിന്റെ ഉമ്മ മരണപ്പെട്ടു. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ലോകത്ത് നിനക്ക് വേണ്ടി ഏറ്റവും നല്ല പ്രാർത്ഥന നടത്തുന്ന നിന്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ കയറുമ്പോൾ ശ്രദ്ധിക്കണേ മൂസ എന്ന് അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞെങ്കിൽ, ആ നല്ല മക്കളും നല്ല കുടുംബവും നല്ല നാടും ഒക്കെയാകാൻ നമ്മൾ ദുആ ഇരക്കുകയും ഇനിയും ഒരുപാട് കാലം ഈ നന്മയുടെ പ്രവർത്തകർ ഓടി നടക്കുമ്പോൾ എത്ര സന്തോഷത്തോടു കൂടി സുബ്ഹാനല്ലാഹ് അവര് നമുക്ക് വേണ്ടി ഓടി നടന്ന് ഈ പരിശുദ്ധ റമദാനിൽ ഇങ്ങനൊരു സദസ്സുണ്ടാക്കി നമ്മുടെ മുമ്പിൽ തരുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മനസ്സിൽ പോലും ഒരു കുറ്റമോ കുറവോ കണ്ടെത്തുന്നതിലുപരി നമുക്കെന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, നമുക്കെന്ത് നന്മയാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ചിന്തിച്ച് അതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയുടെ പ്രവർത്തകർക്ക് മുഴുവനും പടച്ചവനെ, അവരൊക്കെ ദുആയിരക്കാൻ പറയുമ്പോൾ അവരൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്, മരണപ്പെട്ടവർക്ക് വേണ്ടി, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി. കൂടുതലും അതാണ്. ചിലപ്പോ അവര് 1000 പേര് അല്ലെങ്കിൽ 100 പേര് പറയുമ്പോൾ അതിൽ 90 പേരും അൽഹംദുലില്ലാഹ് മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് പറയുന്നത്. അത് വലിയ ഒരു സമ്പത്താണ് നമുക്ക്. നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളും നമുക്ക് വേണ്ടി ദുആയിരക്കുന്ന മക്കളുമൊക്കെ ഉണ്ടാകുക എന്നുള്ളത് വലിയൊരു നന്മയാണ്. അത് ഈ നന്മയുടെ ഒരു ഭാഗമായി മാറുകയും നാളെ നമ്മളെയൊക്കെ
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആയിരക്കുകയാണ്. അള്ളാഹു നമ്മൾ ഈ ഒരുമിച്ച് കൂടലൊക്കെ സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി നിർത്തുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായ നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ രക്ഷാധികാരി ജനാബ് അഷ്റഫ് ചാന്നാങ്കര, സെക്രട്ടറി ജാഫർ ഇബ്രാഹിം, പ്രമുഖ പണ്ഡിതൻ മുഹമ്മദ് സ്വാലിഹ് ജൗഹരി ഉസ്താദ്, നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ചീഫ് ഇമാം അൻവറുദ്ദീൻ അൻവരി, മുസ്ലിം അസോസിയേഷൻ പ്രസിഡന്റ് നാസർ കടേറ, കണിയാപുരം ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ചെയർമാൻ നൌഷാദ് തോട്ടുംകര, സജാദ് അബ്ദുൽ കരീം നിബ്രാസുൽ ഇസ്ലാം മദ്രസ സെക്രട്ടറി, അതുപോലെ നമ്മുടെ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി ഷാനവാസ് മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉനൈസ അൻസാരി, നന്മയിലെ എൻ്റെ സഹപ്രവർത്തകരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കണിയാപുരത്തെ ഏറ്റവും വലിയ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ പ്രയാണം തുടങ്ങിയിട്ട് ഇന്നേക്ക് 9 വർഷങ്ങൾ പിന്നിടുകയാണ്. ചാന്നാങ്കര, ചിറ്റാറ്റുമുക്ക്, കണിയാപുരം മേഖലകളിലെ പാവങ്ങളായ ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങായി നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റ് നിലകൊള്ളുന്നു. അപകടങ്ങൾ മൂലം പരിക്കുകൾ പറ്റുന്നവർ, ഗുരുതര രോഗങ്ങൾ മൂലം ചികിത്സയ്ക്ക് വകയില്ലാത്തവർ, അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ കുഞ്ഞുങ്ങളുമായി കഴിയുന്നവർ എന്നുവേണ്ട ദാരിദ്ര്യം പുറത്തു പറയാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അതറിയണമെങ്കിൽ നമുക്ക് മുന്നിലിരിക്കുന്ന ഈ ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. പണ്ട് നന്മയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കരുതിയത് നമുക്ക് ചുറ്റും ജീവിക്കുന്ന നാട്ടുകാരെല്ലാവരും അവരുടെ നിത്യജീവിതം അല്ലലില്ലാതെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണെന്നായിരുന്നു. പക്ഷേ നന്മയുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ കാര്യം മനസ്സിലായത്. എൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ടില്ല എന്നതിൻ്റെ അർത്ഥം നമുക്ക് ചുറ്റും ദാരിദ്ര്യമൊന്നുമില്ല എന്നല്ല എന്നാണ്. എൻ്റെ നാട്ടുകാർ ഒരുപാട് പേർ ദാരിദ്ര്യത്തിലേക്ക് ആണ്, വിശപ്പിലാണ്. ഒരു നേരത്തെ മരുന്നിന് വേണ്ടി മറ്റാരൊക്കെയോ കാത്തിരിക്കുന്ന ധാരാളം ജനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നന്മയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഓരോ സഹായ അപേക്ഷകൾ ലഭിക്കും തോറും കഴിയാവുന്ന തരത്തിലെല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി അക്ഷരാർത്ഥത്തിൽ യാചിക്കുന്നവരാണ്. ഓരോ വർഷവും 30 ലക്ഷത്തിലധികം രൂപയിൽ കുറയാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ ഈ 3 പോസ്റ്റൽ അതിർത്തിക്കുള്ളിൽ ചെയ്തു വരുന്നത്. ഇത് ഇന്ന് നമ്മുടെ റമളാൻ റിലീഫിൻ്റെ ഭാഗമായിട്ട് 16 കിലോയോളം തൂക്കമുള്ള ഭക്ഷ്യക്കിറ്റുകൾ 1300ഓളം വീടുകളിലാണ് എത്തിച്ചേരുന്നത്. നമുക്കറിയാം ഇതെല്ലാം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടു തരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് കുറഞ്ഞ പ്രവർത്തകരാണ് നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ 1300 വീടുകളിലേക്ക് ഈ റമളാൻ സമയത്ത് എത്തിച്ചേരുക എന്നുള്ളത് പ്രയാസകരമായതുകൊണ്ട് മാത്രമാണ് നിങ്ങളേവരെയും ഇവിടെ വരുത്തേണ്ടി വന്നത്. അതുപോലെ തന്നെ നിർധനരായ രോഗികൾക്കുള്ള സാമ്പത്തിക സഹായവും ഈ വേദിയിൽ വെച്ച് നൽകുന്നതാണ്. ഇതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച നന്മയിലെ ഓരോ വ്യക്തികളും എന്നും നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടാവണം. എല്ലാവരുടെയും ദുആയ്ക്ക് വേണ്ടി മാത്രമാണ്, എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ വേണ്ടി മാത്രമാണ് നന്മയിലെ ഓരോ മെമ്പറും ആഗ്രഹിക്കുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും അള്ളാഹു സർവ്വ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, അടുത്തത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ ആശങ്കയിലിരിക്കുന്ന വിഷയമാണ് പൗരത്വ ഭേദഗതി നിയമം. ഇതിനെതിരെ എല്ലാ മതേതര വിഭാഗവും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. ഇതിനെതിരെയുള്ള നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രമേയം അവതരിപ്പിക്കുവാൻ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ അമീൻ മൈവള്ളിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റ് ചാരിറ്റി രംഗത്ത് മാത്രമല്ല, മറ്റ് സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ളൊരു പ്രസ്ഥാനമാണ്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കിടയിലും ആശങ്കയും അരക്ഷിതത്വവും സൃഷ്ടിക്കുന്ന പൗരത്വ ബില്ലിനെതിരെയുള്ള നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രമേയം ജനാധിപത്യവും മതേതരത്വവും കാക്ഷിക്കുന്ന എല്ലാ ഇന്ത്യക്കാരുടെയും യോജിപ്പാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകത. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാകണം. ചരിത്രപരമായ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചാണ് നാനാത്വത്തിൽ ഏകത്വമെന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സവിശേഷ മൂല്യം നിലനിൽക്കുന്നത്. ഇന്നത്തെ ഈ പ്രതിസന്ധി മറികടന്ന് അത് കൂടുതൽ ശക്തിയാർജിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് നമുക്കുള്ളത്. ഇൻഷാ അല്ലാഹ്. ദേശീയ പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് കടുത്ത ആശങ്കയാണ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ദേശീയ പൗരത്വ രജിസ്റ്ററിലേക്ക് നയിക്കുമെന്ന ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് കണക്കിലെടുത്ത് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ആണ് ഈ പ്രമേയം ആവശ്യപ്പെടുന്നത്. പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്തിൻ്റെ അസ്തിത്വത്തെയും മതേതരത്വ മൂല്യങ്ങളെയും തകർക്കുമെന്ന ആശങ്ക പങ്കുവയ്ക്കുന്ന ഈ പ്രമേയം പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ശക്തമായി ആവശ്യപ്പെടുന്നു. ഹലോ അടുത്തതായി തിരുവനന്തപുരം മുസ്ലിം അസോസിയേഷൻ പ്രസിഡന്റ്, സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മണ്ഡലങ്ങളിലെ കണിയാപുരത്തിൻ്റെ നിറസാന്നിധ്യം ശ്രീ നാസർ കടയറയെ ആശംസാ പ്രസംഗത്തിനായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ യോഗാധ്യക്ഷൻ ഷജീർ ബദർ, അഷ്റഫ് ചാനാങ്കര, സുധീർ ബഷീർ, ബഹുമാനായ കണിയാപുരം മുസ്ലിം ജമാഅത്ത് ഇമാം അൻവറുദ്ദീൻ അൻവരി, ബഹുമാനായ ഉദ്ഘാടകൻ അൽ ഉസ്താദ് മുഹമ്മദ് സ്വാലിഹ് ജൗഹരി അഞ്ചൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉനൈസ അൻസാരി, തോട്ടുങ്ങര നൗഷാദ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ വിശദമായി തന്നെ നമ്മുടെ പണ്ഡിതന്മാരും ഇതിൻ്റെ സ്വാഗത പ്രാസംഗികരും ഒക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. പുണ്യ റമദാനിൽ ഏറ്റവും അനുഗ്രഹീതമായ രാവുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷങ്ങളായി ചാരിറ്റി രംഗത്ത് ഏറ്റവും നല്ല പ്രവർത്തനം നടത്തിവരുന്ന നന്മ എന്ന് പറയുന്ന ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷന്, ഇതിൻ്റെ സംഘാടകർക്ക്, എൻ്റെ സുഹൃത്തുക്കളായ മഹാമനസ്കരായ പ്രവർത്തകർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഇത്രയും വലിയ ഒരു ചാരിറ്റി പ്രവർത്തനം എനിക്ക് തോന്നുന്നു ചാരിറ്റി കണിയാപുരത്തിൻ്റെ ചരിത്രത്തിൽ അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ല ഒരു ചാരിറ്റിയാണ് ഈ സംഘടന നടത്തുന്നത്. തമ്പുരാൻ ഈ ചാരിറ്റി പ്രവർത്തനത്തെ അർഹമായ പ്രതിഫലം ഇതിൻ്റെ പ്രവർത്തകർക്ക് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭൗതികമായ ജീവിത വിജയത്തിന് ആത്മീയത വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. ആ ആത്മീയത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കുവാനും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും നല്ല വാക്കുകൾ പറയുവാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ നല്ല രീതിയിൽ ചിന്തിച്ചാൽ
നമുക്ക് നല്ല സംസ്കാരമുണ്ടാകും, നമുക്ക് നല്ല ദീനീ ബോധമുണ്ടാകും, നമുക്ക് മറ്റുള്ളവരുടെ പ്രയാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും, നമുക്ക് ഉള്ളവനെ ഇല്ലാത്തവനെ കുറിച്ച് മനസ്സിലാക്കുവാനും അവൻ്റെ വിഷമങ്ങളിൽ പങ്കാളികളാകുവാനും നമുക്ക് സാധിക്കും. അത്തരത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നന്മ നിറഞ്ഞ മനസ്സുകൾക്ക് എൻ്റെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങളും നന്മയും ഞാൻ നേരുന്നു. അതുപോലെ തന്നെ സമയക്കുറവുണ്ട്, ബഹുമാന്യരായ ഒരുപാട് സഹോദരങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അവരെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എന്നെയും അതുപോലെ വേണ്ടപ്പെട്ടവരെയും ഒക്കെ ആദരിക്കുവാനും അനുമോദിക്കുവാനും തയ്യാറായ ഈ സംഘടനയ്ക്ക് ഒന്നുകൂടി എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാ നന്മയും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു. അടുത്തതായി നമ്മുടെ ബഹുമാന്യനായ സെക്രട്ടറി ജാഫർ ഇബ്രാഹിം, മികച്ച സാമൂഹ്യ പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഇവിടെയില്ല, അദ്ദേഹം വിദേശത്ത് ജോലിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആശംസ നമുക്ക് കേൾക്കാം. നിങ്ങൾക്കുടനെ ശ്രവിക്കാവുന്നതാണ്. നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ജാഫർ ഇബ്രാഹിമാണ് സംസാരിക്കുന്നത്. നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 9ാമത് വാർഷികവും റമദാൻ റിലീഫും നടക്കുന്ന ഈ സുന്ദര മഹനീയമായ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തെക്കൻ കേരളത്തിൽ മറ്റൊരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും റിലീഫ് പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വളർച്ചയുടെ കാരണക്കാർ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും സഹകരണമാണ് നന്മയുടെ വളർച്ചയ്ക്ക് ഊർജം നൽകുന്നത്. നിങ്ങൾ നൽകുന്ന സഹായ സഹകരണങ്ങൾ യഥാർത്ഥ അവകാശികളെ തേടിപ്പിടിച്ച് അവരുടെ കരങ്ങളിൽ എത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങൾ നന്മ എന്ന ഈ ചാരിറ്റി സംഘടനയോട് കൂടുതൽ അടുക്കുകയും അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാം നിങ്ങൾ നൽകുകയും ചെയ്യുന്നു. പ്രവാസലോകത്തും നാട്ടിലുമുള്ള സഹോദരങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകളും നമുക്കൊരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം നമുക്കൊരുപാട് ഗുണപാഠങ്ങൾ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ സമൂഹത്തിൽ കഷ്ടതകളും യാതനകളും അനുഭവിക്കുന്ന ഒരുപാട് പേരെ ചേർത്ത് നിർത്താൻ ഈ മഹത്തായ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന് പുറമെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കളുടെ ഇടപെടലിലൂടെ മറ്റു രാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കൾ പോലും നമ്മുടെ സംഘടനയെ സഹായിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. സഹതപിക്കുന്ന മനസ്സുകളേക്കാൾ ദാനം ചെയ്യുന്ന കരങ്ങൾക്കാണ് മഹത്വം എന്ന് മനസ്സിലാക്കിയ നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പുണ്യ റമദാൻ മാസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി കണിയാപുരം ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ചെയർമാൻ ശ്രീ നൌഷാദ് തോട്ടുംകരയെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, കണിയാപുരം നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ആദ്യമായി കേൾക്കാൻ സാധിച്ചതിൽ കഴിഞ്ഞ 9 വർഷമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ആദ്യമായി ഇതിൻ്റെ യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഷജീർ ബദർ, അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ അൻവറുദ്ദീൻ അൻവാരി ചീഫ് ഇമാം, ആമുഖ പ്രസംഗം നടത്തിയ അതിൻ്റെ പ്രിയങ്കരനായ അഷ്റഫ് ചാന്നങ്കര, നമ്മുടെ ഉദ്ഘാടനം ചെയ്ത ആൽ ഉസ്താദ് മുഹമ്മദ് സാദിഖ് ജൗഹരി അഞ്ചൽ,
ആശംസകൾ അറിയിച്ച ബഹുമാനപ്പെട്ട നാസർ കടയാറ മുസ്ലിം അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ലോറൻസ് ഫെർണാണ്ടസ്, ഷാനവാസ് മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉനൈസ അൻസാരി, ഈ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, എല്ലാവർക്കും കണിയാപുരം ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ആദ്യമായി ആശംസകൾ അറിയിക്കുകയാണ്. കർമ്മങ്ങൾ കടമകളാക്കിയ നന്മ ഹൃദയരുടെ കാരുണ്യത്തിൽ എൻ്റെ സഹായഹസ്തങ്ങൾ പാവപ്പെട്ടവരുടെ ഒരു വിഭാഗം ജനതയിലേക്ക് ആശ്വാസത്തിൻ്റെ തെളിനീരായി തിരിഞ്ഞു കൊടുക്കുവാനുള്ള ഒരു സുഗമ ഉദ്യമം കഴിഞ്ഞ 9 വർഷങ്ങൾക്ക് മുമ്പ് നന്മ എന്ന പ്രസ്ഥാനം ഉരുത്തിരിഞ്ഞ് ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനത്തിന് ആദ്യമായി ഹൃദ്യമായി എൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ആദ്യമായി ഈ നന്മ എന്ന് പറയുന്ന സംഘടനയെ ആദ്യമായി ആശംസകൾ അറിയിക്കുകയാണ്. ഇന്നിവിടെ കൂടിയ 1200ഓളം പേർക്ക് അല്ലെങ്കിൽ 1300ഓളം പേർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ കൊടുക്കുന്നത് ഞാൻ പലയിടത്തും യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ തെക്കൻ കേരളത്തിൽ ഇത്രയധികം ഒരു മഹത് സംരംഭം ഒറ്റക്കെട്ടായി കൂട്ടായി ചെയ്യുന്ന ഒരു ഉദ്യമമുള്ള ഒരു സംഘടനയായി ആദ്യമായി കാണുന്നത് ഞാൻ നന്മ പ്രസ്ഥാനത്തെയാണ്. അതുപോലെ ചികിത്സാ സഹായം നൽകുന്നതും അതുപോലെ കൂട്ടായി പിരിച്ചുകൊണ്ട് ഈ ഉദ്യമത്തെ ധന്യമാക്കുവാൻ, ഈ റമദാനിൽ ധന്യമാക്കുവാൻ അതിന് മുതിരുന്ന ഈ സംഘാടകർ, ഞാൻ ഈ അവസരത്തിൽ ആദ്യമായി അവരെയും അഭിനന്ദിക്കുകയാണ്. കാരണം കഴിഞ്ഞ 9 വർഷമായി ഇത് ഇടതില്ലാതെ ഈ പ്രസ്ഥാനത്തിന് കരുത്തേകുന്ന എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തും സഹപാഠിയുമായ അഷ്റഫ് ചാന്നങ്കരയാണ്. അഷ്റഫ് ചാന്നങ്കര ഞാൻ ഈ അടുത്ത കാലത്തായി കാണുന്നത് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം എൻ്റെ പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് MK നവാസ് ഒരു ജനകീയ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ജനകീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നുകൊണ്ട് ആ പ്രസ്ഥാനം എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ കണിയാപുരം മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു സംഘടന ഉണ്ടാക്കി അതിൽ നിന്ന് നിവേദനങ്ങളും അതിൻ്റെ പരിവേദനങ്ങളും ബന്ധപ്പെട്ട അധികാരികൾക്ക് അറിയിക്കുന്നതിലേക്ക് ആയി അദ്ദേഹം തിരഞ്ഞെടുത്ത ഗ്രൂപ്പുണ്ടാക്കി എടുത്ത ഒരു വഴിയാണ് ജനകീയ സഹൃദയ കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ അമരക്കാരനായ ശ്രീ MK നവാസ് സംഘവും ഇതിൽ പല പ്രാവശ്യം 2 വർഷത്തോളം ഇതിൻ്റെ പിന്നിൽ നടന്നിട്ട് അഷ്റഫാണ് അതിൻ്റെ മേൽ വർക്ക് ചെയ്തെങ്കിലും നവാസും അഷ്റഫും കൂടി ഇങ്ങനെ പല ആളുകളെയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ അവസരത്തിലൊന്നും അവർക്കത് അതിൻ്റെ ഉദ്യമമായി അത് കാര്യങ്ങൾ അതിൻ്റെ ഫലപ്രാപ്തിയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ അഷ്റഫ് വന്നിട്ട് എന്നോട് സംസാരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് പ്രധാന വിഷയം നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഈ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് വേണ്ടി നമ്മൾ കാര്യമായി സഹായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും പറഞ്ഞു എനിക്ക് സമയമില്ല, ഞാൻ വളരെ ഇതിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. അഷ്റഫിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് കണിയാപുരം ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടാക്കുകയും അതിൻ്റെ അമരക്കാരായിരുന്ന ജനറൽ സെക്രട്ടറി MK നവാസ് ഇതിനകത്ത് ജനറൽ കൺവീനറായി വരികയും ഈ പ്രസ്ഥാനം ഉണ്ടാക്കുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് നമ്മുടെ റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് നന്മയുടെ അമരക്കാരനായ അഷ്റഫ് ഉൾപ്പെടുന്ന ഒരു പ്രതിനിധി സംഘം നമ്മുടെ കണിയാപുരത്ത് രാപ്പകൽ സമരവും ഹൈവേ ഉപരോധവും പിക്കറ്റിങ്ങും എല്ലാം നടത്തുകയും അതിനോടനുബന്ധിച്ച് നിവേദനങ്ങൾ നൽകുകയും ബന്ധപ്പെട്ട ജില്ലാധികാരികളെയും ജില്ലപ്പെട്ട മന്ത്രിമാരെയും കണ്ട് നമ്മൾ നിവേദനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തു. അതുപോലെ നന്മയാണ്. ആ നന്മയുടെ അമരക്കാരൻ എന്ന നിലയ്ക്ക് അഷ്റഫ് തന്നെ വയോധികനായ അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ഉമ്മയെയും നോക്കി കാണുകയും കാണാതിരുന്ന് നമ്മുടെ കൂടെ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അത് ഞാനീ പറയാനുണ്ടായ സാഹചര്യം അദ്ദേഹം അത്രമാത്രം നാടിനും വേണ്ടി കൂടി നന്മ കാണിക്കുന്നു എന്ന് പറയുവാൻ വേണ്ടിയാണ്. അപ്പോൾ അതനുസരിച്ച് കൊടുക്കുകയും പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റെയിൽവേ മന്ത്രിയെ കണ്ട് ഇത് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും
അതുപോലെ ഹൈവേ മിനിസ്റ്റർ ഗഡ്കരിയെ കണ്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഈ 2 പാലങ്ങളുടെയും കൃത്യതയോടെ അത് വരുത്തുവാനുള്ള ഏർപ്പാടുകൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ആൾറെഡി റെയിൽവേ മേൽപ്പാലം സാങ്ഷൻ ആയിട്ടുമുണ്ട്. അതുപോലെ ഹൈവേ മേൽപ്പാലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൊടുത്ത കണിയാപുരം ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ കൊടുത്ത പരാതിയിന്മേൽ 12 കോടി രൂപ ഇന്ത്യ ഗവൺമെൻറ് അനുവദിക്കുകയും അതിന് 6 കോടി കൂടെ ഉണ്ടെങ്കിൽ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ 18 കോടി രൂപ വേണം ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സ്പാൻസ് ഉപയോഗിച്ചുള്ള ഫ്ലൈ ഓവർ ചെയ്യുന്നതിൽ. അപ്പോൾ ആ ഫ്ലൈ ഓവറിലേക്ക് വേണ്ടി 8 കോടി രൂപയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നമ്മുടെ തന്നെ മന്ത്രിയായ GR അനിലും കൂടി ചേർന്നുകൊണ്ട് കൊടുക്കുവാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് വരുന്ന തിങ്കളാഴ്ച മുഖ്യമന്ത്രി സമയം കിട്ടാത്തതുകൊണ്ടാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ 18 കോടി രൂപയും സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മേൽപ്പാലത്തിൻ്റെ ഭാഗം ക്ലിയർ ആവും. തൊട്ടടുത്ത പ്രാവശ്യം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടുകൊണ്ട് നമ്മുടെ GR അനിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ കണിയാപുരം മേൽപ്പാലത്തിൻ്റെ സാങ്ഷനായിട്ടുണ്ട്. ഇനി റോഡ് അപ്രോച്ച് എടുത്തു കൊടുത്താൽ മതി. അതുപോലെ അതിൻ്റെ മറ്റു മുകളിലുള്ള ഡയഗ്രാം എല്ലാം കഴിഞ്ഞു. അതിൻ്റെ GADയുടെ അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഈ നാട്ടിലുള്ള പ്രദേശക്കാർക്ക് പെട്ടെന്ന് തന്നെ നമുക്കവിടെ റെയിൽവേ മേൽപ്പാലവും വരാനുള്ള സാഹചര്യം വളരെ വേഗത്തിലാക്കിയിട്ടുണ്ട്. അതെല്ലാം രാഷ്ട്രീയമാണ്, നമുക്ക് മറിച്ചും തിരിച്ചും ചിന്തിക്കാം. എങ്കിൽ കൂടിയും എത്രയും പെട്ടെന്ന് നടത്തുവാനുള്ള സമീപനം നമുക്കുണ്ടാകും. ഈ കാര്യങ്ങളും ഒരു നന്മയുടെ ഭാഗമാണ് എന്ന് പറയുവാനാണ് ഞാൻ ഈ അവസരത്തിൽ ഇത് സൂചിപ്പിച്ചത്. അപ്പം നമ്മുടെ നാട്ടിൽ നമുക്ക് അസുഖമായി കിടക്കുന്ന ആളുകളെ കാണുന്നത് ഒരു നന്മയാണ്. അത് നമ്മുടെ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ പുലർന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ പോയി കാണുകയും സഹായിക്കുകയും അതുപോലെ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ ചിലപ്പോൾ നമ്മൾ സാമ്പത്തികമായി ഒന്നും കൊടുത്ത് കഴിയില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനെ നമ്മൾ ഈ നന്മ ചെയ്യുന്ന ഒരു പ്രവണതയായി നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിന് ഇത്രയധികം മികവുറ്റതാക്കുവാൻ വേണ്ട സമീപനം കൈക്കൊണ്ട പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഈ തരത്തിൽ നമുക്കിത് ഇത് സംഘടിപ്പിക്കാൻ സാധിച്ചത്. അവരുടെ വിയർപ്പിൻ്റെ ഓരോ അംശവും അവർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ദുആ ചെയ്യണം, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾ ഈ കൊണ്ടുപോകുമ്പോൾ അവർക്കൊരാപത്തും വരരുതേ എന്ന് പ്രാർത്ഥിച്ച് മനസ്സിൽ തട്ടിക്കൊണ്ട് വേണം നിങ്ങൾ ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് എല്ലാ വർഷവും ഇതുപോലുള്ള അല്ലെങ്കിൽ അതിനർഹമായ ആളുകൾക്കത് കിട്ടട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ വിശദമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ സ്വാഗത പ്രസംഗൻ ഈ വിഷയങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഈ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അതുപോലെ തന്നെ എന്നെ ഈ അവസരത്തിൽ ഇവിടെ വിളിച്ച് ഇതിൻ്റെ ഉപഹാരം നൽകുന്നതിലേക്ക് വേണ്ടി ശ്രമിച്ച എൻ്റെ പ്രിയങ്കരനായ അഷ്റഫും അതുപോലെ ഈ നന്മയുടെ മുഴുവൻ കൂട്ടുപ്രവർത്തനങ്ങൾ നടത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നന്ദി ശ്രീ നൗഷാദ് തോട്ടുംകര. അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനും ഗാനരചയിതാവും ഒക്കെയായ നമുക്കേവർക്കും സുപരിചിതനായ ശ്രീ ലോറൻസ് ഫെർണാണ്ടസ് സാറിനെ 2 വാക്ക് സംസാരിക്കുവാനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയരെ, സദസ്സിലുള്ള സ്നേഹമുള്ള സഹോദരങ്ങളെ, നന്മ എന്ന ചാരിറ്റി സംഘടന അതിൻ്റെ 9 വർഷം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സേവനത്തിൻ്റെ മാതൃകയോട് ചേർന്ന് നിന്നുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന വലിയൊരു മാനവ സന്ദേശം നൽകുകയാണ് അവിടെ പ്രവർത്തനത്തിലൂടെ നന്മ ചെയ്യുന്നത്. എനിക്ക് കുറേ കാലമായി ഈ നന്മയുടെ ഭാരവാഹികളുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. നമുക്കിവിടെ സുധീർ ബഷീർ, അഷ്റഫ് ചാന്നാങ്കര, അതുപോലെ ഇന്ന് വേദിയിലിരിക്കുന്ന മണ്ണിൽ അഷ്റഫ് എന്നിവരൊക്കെ ഈ രംഗവുമായി പ്രവർത്തിച്ചുകൊണ്ട് ചിലപ്പോഴൊക്കെ ആശയം കൈമാറിക്കൊണ്ടിരുന്ന സന്ദർഭം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഞാൻ ഈ സംഘടനയെ ഒരു നന്മ മരത്തോടാണ് ഉപമിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. ഉള്ളൂർ പറഞ്ഞ പോലെ, ഇനന്റെ ചിന്തി കതിർമാരി നിത്യം ഇടപെടും തൻ തല കൊണ്ടു താങ്ങി
നമ്മൾക്കു പച്ചക്കുടയും പിടിച്ചു തേന്മാവത ദീനതയാലു നിൽപ്പൂ. സൂര്യൻ്റെ ഉഗ്രമായ ചൂട് തലയിൽ ഏറ്റുവാങ്ങുമ്പോഴും താഴെ മരങ്ങൾ തണൽ മാത്രമേ നൽകുന്നുള്ളൂ. കൊലയാളിക്ക് മുമ്പിലും കിളിക്ക് പാട്ടുപാടുവാനേ അറിയുകയുള്ളൂ. ഇറുക്കാൻ ചെല്ലുന്നവൻ്റെ മുമ്പിലും പൂക്കൾക്ക് മണം നൽകുവാനേ കഴിയുന്നുള്ളൂ. ഇതാണ് മനുഷ്യ സ്നേഹത്തിൻ്റെ മഹനീയത. അങ്ങനെ പരോപകാര പ്രവണമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൽ നമ്മൾ ആര് എന്തിനെ അടയാളപ്പെടുത്തണം എന്ന് വെച്ചാൽ അത് ഈ കണിയാപുരം നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിനെ പോലുള്ള മാനവ സംഘടനകളെയാണ്, അതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമ്മൾ വാക്കുകൾ കൊണ്ടല്ല, അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ആയിരിക്കണം. ദൈവത്തെക്കുറിച്ച് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, ദൈവം എവിടെയാണ്? ടാഗോർ പറയുന്ന പ്രശസ്തമായ വരികളുണ്ട്. അദ്ദേഹം പറയുന്നത്, നിമീലിത ലോചനം ഒന്ന് തുറക്കൂ, നന്നായി നോക്കൂ, നിന്റെ ഉൾക്കണ്ണ് തുറന്നുകൊണ്ട് നീ നന്നായി നോക്കൂ, അവിടെ വഴിനീളെ പണിയെടുക്കുവാൻ വേണ്ടി ആ പാറ നുറുക്കി കഷ്ടപ്പെടുന്ന തൊഴിലാളികളോടൊപ്പവും വയലിൽ വെയിലത്ത് പണിയെടുക്കുന്ന കൃഷിക്കാരോടൊപ്പവും അവരുടെ വിയർപ്പിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മണ്ണാർന്ന ദൈവം ഈ ഭൂമിയിൽ വസിക്കുന്നു എന്നാണ് ടാഗോർ പറയുന്നത്. ദൈവത്തിൻ്റെ അന്വേഷിക്കുന്നവരെല്ലാം ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിടുക, അതാണ് ഏറ്റവും വലിയ മഹത്വം. അങ്ങനെയുള്ള വീടുകളിൽ ദൈവമുണ്ടാകും എന്നുള്ളത് വലിയൊരു സത്യം തന്നെയാണ്. അത്തരമൊരു മാതൃകയിലേക്ക് നമുക്ക് വളരാം. ഈ സമൂഹത്തിൽ ഏറ്റവും നല്ല നന്മ ചെയ്യുമ്പോഴും അന്നം മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന നമ്മുടെ ബാല്യങ്ങളെ നല്ല രീതിയിൽ വിദ്യാസമ്പന്നരാക്കുവാനുള്ള ശ്രമം കൂടെ നമ്മൾ നടത്തേണ്ടതുണ്ട്. എനിക്ക് സംഘടനയോട് പറയാനുള്ള 1-2 നിർദ്ദേശം, ഈ കണിയാപുരം നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ പേരിൽ നല്ലൊരു വായനശാല ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. പുതിയ തലമുറയെ അറിവും സാഹിത്യബോധവും വിജ്ഞാന കുതികളുമാക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ അതിലൂടെ കഴിയും. മാത്രമല്ല, അതിനോടൊപ്പം ഒരു ജോബ് ബ്യൂറോ ഇവിടെ തുടങ്ങുകയാണെങ്കിൽ വിദ്യാസമ്പന്നരായി അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരെ ഒരു തൊഴിൽ കണ്ടെത്താനുള്ള മേഖല, ഏതെല്ലാം മേഖലകളെന്നുള്ള പരിചയപ്പെടുത്തുന്ന ഒരു ജോബ് ബ്യൂറോ കൂടെ ഇതിൻ്റെ പിന്നിൽ കൊണ്ടുവരണം എന്ന് ഞാൻ സംഘാടകരോട് സ്നേഹപൂർവ്വം ആവശ്യപ്പെടുകയാണ്. ഒരിക്കലൊരു രാജാവ് തൻ്റെ 3 പുത്രന്മാരോടും പറഞ്ഞു, ലോകത്തെ ഏറ്റവും ആത്മീയതയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടെത്തുക എന്ന്. ഒന്നാമൻ പോയി കൊണ്ടുവന്നത് വളരെ വിജ്ഞാന പണ്ഡിതനായ ഒരാളെയായിരുന്നു. രാജാവ് അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞു ഇരുത്തി. രണ്ടാമത്തെ ആള് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വലിയ സന്യാസിയാണ്. ആ സന്യാസി ഏറ്റവും വലിയ ധ്യാന നിമഗ്നനായിരിക്കുന്ന ഒരു സന്യാസിയാണ്. അദ്ദേഹത്തെയും രാജാവ് സ്വാഗതം ചെയ്തു. മൂന്നാമത്തെ മകൻ കൊണ്ടുവന്ന ആള് വഴിയെ വന്ന ഒരു ദരിദ്രനെയായിരുന്നു. അദ്ദേഹം അവിടെ മുറിവേറ്റ് കിടന്ന ഒരു മനുഷ്യന് മരുന്ന് വെച്ച് കെട്ടുന്നത് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. അദ്ദേഹത്തോട് രാജാവ് ചോദിച്ചു, എന്താണ് നിങ്ങൾ ആത്മീയ മനുഷ്യനാകാൻ ഉള്ള കാര്യം, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എനിക്ക് പഠിപ്പില്ല, വേണ്ടത്ര അറിവുകളില്ല, പുസ്തകം വായിക്കാനുള്ള കഴിവുമില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കും, വഴിയിൽ വീണു പോകുന്നവരെ ആശുപത്രിയിൽ കൊണ്ടെത്തിക്കും എന്ന്. രാജാവ് ഒട്ടും അമാന്തിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തെ ഏറ്റവും വലിയ ആത്മീയ മനുഷ്യൻ ഇദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ 3ാമത്തെ പുത്രൻ, അവനാണ് രാജ്യത്തിൻ്റെ അവകാശിയുമെന്ന്. പ്രിയ സ്നേഹിതരെ, സ്നേഹത്തോടു കൂടി മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുള്ള കാലത്തോളം ഈ ലോകം നിലനിൽക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ലോകത്തെ സൃഷ്ടിക്കുവാൻ ഈ നന്മ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കഴിയട്ടെ. ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും സ്നേഹപൂർവമായ നന്മ നിറഞ്ഞ എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു ഫെർണാണ്ടസ് സാർ. അദ്ദേഹത്തിൻ്റെ ഉപദേശം നമ്മൾ കമ്മിറ്റിയിൽ വെക്കുന്നതാണ്, വായനശാലയെക്കുറിച്ച്, അതുപോലെ തന്നെ തൊഴിലന്വേഷണ ബ്യൂറോയെക്കുറിച്ച്. അടുത്തതായി നിബ്രാസുൽ ഇസ്ലാം മദ്രസ ജനറൽ സെക്രട്ടറിയും സാമൂഹ്യ പ്രവർത്തകനുമായ ജനാബ് സജാദ് അബ്ദുൽ കരീമിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലുള്ള ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ ഷജീർ ബദറുദ്ദീൻ,
ഖിറാഅത്ത് നടത്തിയ കണിയാപുരം മുസ്ലിം ജമാഅത്തിൻ്റെ മുഹദ്ദീൻ കൂടിയായ ഹബീബ് മുസ്ലിയാർ, സ്വാഗതം അർപ്പിച്ച സുധീർ ബഷീർ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ബഹുമാനായ അൻവറുദ്ദീൻ ഉസ്താദ് അൻവർ, ആ മുഖപ്രഭാഷണം നടത്തിയ നന്മയുടെ കരുത്തനായ രക്ഷാധികാരി ചാന്നാങ്കര അഷ്റഫ് സാഹിബ്, ഉദ്ഘാടന പ്രസംഗം നടത്തി നമ്മുടെ മനസ്സിനെ നല്ല രീതിയിലൊരു നിർദ്ദേശം തന്ന, ഒരു നസീഹത്ത് തന്ന ബഹുമാനായ ഉസ്താദ് മുഹമ്മദ് സാലിഹ് ജഹ്രി അവർകളെ, വേദിയിലുള്ള കണിയാപുരം പള്ളിനടയുടെ അഭിമാനമായ മുസ്ലിം അസോസിയേഷൻ്റെ കരുത്തനായ പ്രസിഡന്റ് എൻ്റെ പ്രിയ സഹോദരൻ കടറയിൽ നാസർ സാഹിബ് അവർകളെ, വേദിയിലുള്ള കണിയാപുരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനായ തോട്ടുങ്കര നൗഷാദ് സാഹിബ് അവർകളെ, നല്ലൊരു സാഹിത്യത്തിൽ കൂടി പലവട്ടം നമ്മുടെ ഈ സ്റ്റേജിൽ നമ്മൾ അഭിസംബോധന ചെയ്ത ബഹുമാനായ ലോറൻസ് സാർ അവർകളെ, വേദിയിലുള്ള നന്മയുടെ പ്രവർത്തകരെ, എല്ലാവരെയും പേരെടുത്ത് പറയാൻ സമയം കുറവുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ, വാർഡ് മെമ്പർ, എല്ലാവരെയും ഒറ്റ വാക്കിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പ്രിയമുള്ളവരെ, നന്മയെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നന്മ എന്ന് പറയുന്നത് ഒരു നന്മയായ പ്രവർത്തനം തന്നെയാണ് ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നന്മയുടെ മുമ്പിലേക്ക് എത്തുന്ന ഓരോ അപേക്ഷകളും ഓരോ പ്രവർത്തനങ്ങളും അവരത് ഊർജത്തോടു കൂടി അർഹതപ്പെട്ടവരെ തിരക്കി പിടിച്ച് അവരുടെ കരങ്ങൾക്ക് ആ രോഗികളായാലും അതല്ല മറ്റു രീതിയിൽ ചികിത്സാ സഹായങ്ങൾ നൽകുന്നതിലും ഈ നന്മ എന്ന സംഘടന കണിയാപുരം പള്ളിനടയെ സംബന്ധിച്ചിടത്തോളം എന്നും മുന്നിൽ തന്നെയാണ്. ഈ കഴിഞ്ഞ 6 മാസക്കാലങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ട RCCയിലെ ക്യാൻസർ രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ ഒരു പരിപാടി അവർ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 1500ഓളം രോഗികൾക്കുള്ള ഭക്ഷണ കിറ്റ് അവരവിടെ വിതരണം ചെയ്തു. തുടർന്ന് അത് ഇങ്ങോട്ടൊരു 4 പ്രാവശ്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 പ്രാവശ്യം ഇവർ അത് വിതരണം ചെയ്തു കഴിഞ്ഞു. അത് മാത്രമല്ല, ഓരോ മാസം തോറും ഓരോ രോഗികളെ തിരക്കി പിടിച്ച് അവരുടെ വീടുകൾ സന്ദർശിച്ച് അർഹതപ്പെട്ടവർക്കുള്ള ധനസഹായങ്ങളും നൽകുവാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 500 കിറ്റ് മുതൽ തുടങ്ങിയെന്നാണ് ഇവിടുത്തെ മുൻ പ്രസിഡന്റ് സംസാരിച്ചത്. ഓർമ്മ ശരിയാണെങ്കിൽ അത് ശരിയായിരിക്കാം. ഇന്ന് 1300 കിറ്റ് വിതരണം ഇവിടെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു, 1000 കിറ്റോ 1100 കിറ്റോ കൊടുക്കാനാണ് തീരുമാനിച്ചത്. ഇന്നലെ രാത്രി പ്രവാസികളായ സഹോദരങ്ങൾ കുറച്ചു പേർ കൂടി സംഭാവനകൾ കൊടുക്കണമെന്നുള്ള തീരുമാനം നന്മ പ്രവർത്തകർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 100 പേർ കൂടി ഈ കിറ്റ് വിതരണം ചെയ്യണമെന്നുള്ള ഉറപ്പോടുകൂടി പ്രവാസികളായ സഹോദരങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട്, എനിക്ക് സമയം 5 മിനിറ്റാണ് തന്നിരിക്കുന്നത്, സമയക്കുറവ് കൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ശരി, പ്രവാസികളായ സഹോദരങ്ങൾ അവരുടെ വീട് പട്ടിണികളായിരിക്കും. അവരെ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പാവപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ഇന്നിവിടെ പറഞ്ഞിട്ടുള്ള 16 കിലോയിൽ കൂടുതൽ വരുന്ന സാധനങ്ങൾ നമ്മളെ കയ്യിലേക്ക് തരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. കാരണം അടുത്ത വർഷം ഇതിനേക്കാളും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും പടച്ച തമ്പുരാൻ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം എന്നുള്ള വസിയത്തോടു കൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനിയുള്ള പ്രാസംഗികരെല്ലാം വളരെ വേഗത്തിൽ ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കുന്നതാണ്. അടുത്തതായി നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഉനൈസ അൻസാരി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
റബ്ബി ഷറഹിലി സദിരി വയസ്സിർലി അംരി വഹുലുഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഈ മഹത്തായ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ഇതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഷജീർ ബദറുദ്ദീൻ, ഉദ്ഘാടനം നിർവഹിച്ച അൽ ഉസ്താദ് മുഹമ്മദ് സ്വാലിഹ് ജൗഹരി, ആമുഖ പ്രസംഗം നടത്തിയ അൻവറുദ്ദീൻ, കണിയാപുരം മുസ്ലിം ജമാഅത്തിൻ്റെ ചീഫ് ഇമാമായിട്ടുള്ള അൻവറുദ്ദീൻ അൻവാരി, ഖിറാഅത്ത് നടത്തിയ ഹബീബുള്ള, സ്വാഗതം ആശംസിച്ച സുധീർ ബഷീർ, നന്മയുടെ പ്രിയങ്കരായിട്ടുള്ള സംഘാടകരെ, വേദിയിലും സദസ്സിനുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇവിടെ 9 വർഷക്കാലം കൊണ്ട് ഈ നന്മ ചാരിറ്റബിൾ സൊസൈറ്റി വളരെ മഹത്തായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. അത് ഞാൻ നേരിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. കാരണം പല കാര്യങ്ങൾക്കും നന്മയുടെ സംഘാടകരെ ഞാൻ സമീപിച്ചിട്ടുണ്ട്. ഊട്ടിയിലെങ്കിലും ഊട്ടുപുര കാണിച്ചു കൊടുക്കണമെന്നാണ്. ഞാനൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ വ്യക്തിപരമായുള്ള സഹായം എനിക്ക് ചെയ്യാൻ കഴിയില്ല. എനിക്ക് വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളും മാത്രമാണ് എനിക്ക് നടത്താൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വ്യക്തിപരമായി പല കാര്യങ്ങളും എന്നോട് പലരും ആവശ്യപ്പെട്ടിട്ടുള്ളപ്പോൾ ഞാൻ ഇതിൻ്റെ ഭാരവാഹികളെ സമീപിക്കുകയും അവർ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ഇങ്ങനെ ഒരു പ്രവർത്തനം നമുക്കറിയാം. ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ചവരൊക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞു ഓരോ വീട്ടിൻ്റെയും അവസ്ഥ, സാഹചര്യങ്ങൾ. നമ്മൾ ജനങ്ങളുമായിട്ട് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് നമ്മൾ മുന്നേ കാണുന്നതല്ല. ഒരു വ്യക്തിയുടെ ദാരിദ്ര്യം അളക്കുന്നത് അവരെ വ്യക്തിയെ കണ്ടുകൊണ്ടല്ല, അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് പേരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പം നമുക്ക് അന്യനുതകി സ്വജീവിതം ധന്യമാക്കൂ അമലെ വിവേകികൾ എന്നാണ് പറയുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നന്മയുടെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം 1 മിനിറ്റാണ്. ആയതുകൊണ്ട് തന്നെ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. തൽക്കാലം ഇനിയൊരു അവസരത്തിൽ നിങ്ങളോട് പറയാം, നിങ്ങളെ കേൾക്കാനും നിങ്ങളോട് പറയാനും എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഞാൻ പ്രയോജനപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ടും ഇതിൻ്റെ സംഘാടകർക്കും ഇതിനുവേണ്ടി സഹായിച്ചവർക്കുമൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഈ പുണ്യമാക്കപ്പെട്ട ഈ റമളാൻ മാസത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. അടുത്തതായി ആശംസകൾ അറിയിക്കാനായി നമ്മുടെ വാർഡ് മെമ്പർ സഫീർ. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും പുരസ്കരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. നന്മയെന്ന വാക്ക് അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള കഴിഞ്ഞ 9 വർഷത്തെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് അശരണരുടെ അടുത്തേക്ക് നടന്നെത്തുന്ന കാലുകളായി മാറിയ ഒരു സംഘടന, അവരുടെ കണ്ണീരൊപ്പുവാനായി കൈകളായി മാറിയ ഒരു സംഘടന, ഹൃദയത്തോട് ചേർത്ത് അവരെ പിടിച്ച ഒരു സംഘടന. പറയുവാൻ വാക്കുകളേറെ ഉണ്ട് നന്മയെക്കുറിച്ച്. ഇവിടെ വേദിയിൽ അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ പലരും പറഞ്ഞു കഴിഞ്ഞു. പഠന സഹായമായും സാമ്പത്തിക സഹായമായും രോഗീ പരിചരണത്തിൻ്റെ ആവശ്യത്തിലേക്കും എന്തിനേറെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുമുള്ള മുഴുവൻ കാര്യങ്ങളിലും വ്യക്തമായ നിലപാടുള്ള ഒരു സംഘടനയാണ് നന്മ. കഴിഞ്ഞ 9 വർഷക്കാലമായി നമ്മൾ ഈ നാട്ടുകാർ അത് നോക്കിക്കാണുകയാണ്, അനുഭവിക്കുകയാണ്. എന്തായാലും അശരണരുടെ ആവശ്യക്കാരൻ്റെ അടുത്തേക്ക് അവനെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ, അവനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന ചൂടും അത് എല്ലാ സംഘടനകൾക്കും കഴിയാത്ത ഒന്നാണ്. ആ ചേർത്ത് പിടിക്കലിൽ ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിന് ഒരു സുഖകരമായ ഒരു ചേർത്ത് പിടിക്കലാണത്. അതാണ് യഥാർത്ഥത്തിൽ നന്മ ചെയ്യുന്നത്. ഞാൻ എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. ഈ നന്മയുടെ ഈ പ്രവർത്തനങ്ങൾക്ക്, ഈ നന്മയുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് അവർ തിരിച്ച് ഒരു കാര്യം പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ ദുആ നിങ്ങളത് ചെയ്യണം. ഇതിൻ്റെ മുന്നിലും പിന്നിലുമൊക്കെ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇനിയുള്ള കാലങ്ങളോളം, ഇനി ഈ തലമുറ അവസാനിച്ചു പോയാലും ഈ സംഘടന ഈ നാട്ടിൻ്റെ സാംസ്കാരിക നവോത്ഥാന രംഗങ്ങളിലൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഈ സംഘടന തുടർന്നും പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ ആത്മാർത്ഥമായ ദുആ ഉണ്ടാവണം. അവർക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഓരോ അരിമണിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനിയും തുടർന്ന് അവർക്ക് പ്രവർത്തിക്കുവാനുള്ള എല്ലാവിധ അനുഗ്രഹവും സർവേശ്വരൻ നൽകിക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, അടുത്തതായി മികച്ച ജീവകാരുണ്യ പ്രവർത്തകനും
നമുക്കേവർക്കും സുപരിചിതനുമായ നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ രക്ഷാധികാരി ജനാബ് മാഹീൻ കളർ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. ഹലോ, അസ്സാം വലൈക്കും റഹ്മത്തുള്ളാ. വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കളെ, സ്റ്റേജിലിരിക്കുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് 1-2 കാര്യം നിങ്ങളോട് പറയാനുണ്ട്. കാരണം ഞാൻ വലിയ പ്രാസംഗികനല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഞാൻ എൻ്റെ മുഖത്ത് തുറന്ന് പറയും. കാരണം വലിയൊരു ദൗത്യവുമായാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം ഈ വർഷത്തെ ഈ 9 വർഷവും കൊടുത്തു. പക്ഷേ ഈ വർഷം ഏതൊരുവിധ കാശുമില്ലാതെ ഞങ്ങൾ നിങ്ങളെ മുമ്പിലെല്ലാം വന്നു. കാരണം ഞങ്ങളെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രവാസികൾ ഒരുപാട് പേര്, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാം ആകെ ഒരു ലക്ഷ്യം, എങ്ങനെ നമുക്ക് കിറ്റ് കിട്ടും എന്നുള്ള ഒരൊറ്റ എല്ലാവരുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്നൊന്ന് അവസാനിച്ച് ഈ കിറ്റ് ഞങ്ങൾക്ക് തരൂ എന്ന് എല്ലാവരുടെ മുഖത്ത് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളെല്ലാം 3 മാസം കൊണ്ട് ഇതിൻ്റെ പുറവിലാണ്. കാരണം എന്നെ കാണാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, ഒരുപാട് പേര് കണ്ട്, ഇന്ന് ഒരുപാട് തെറി പറഞ്ഞവരുണ്ട്. കൊടുത്ത വൗച്ചർ മുഖത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം 5 എണ്ണം കൊടുത്തിട്ട് 5 അവരുടെ കുടുംബക്കാർക്ക് 5 കൊടുത്തിട്ട് വീണ്ടും തികയാത്തവരുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ ഈ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരേ വർഷവും കഴിഞ്ഞ വർഷം 30 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായവും അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും, ക്യാൻസർ രോഗികൾക്കും കാലില്ലാത്തവർക്കും എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തു. പക്ഷേ നമുക്ക് നിങ്ങളോടൊരു കാര്യം പറയണം, നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾ വീണ്ടും നമ്മളെ ഇങ്ങനെ ഒരുമാതിരി നിങ്ങൾ ഇത് പറയുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട്. ഞങ്ങൾ ഈ 3 മാസം കൊണ്ട്, ഇന്ന് ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ഒരു പ്രവർത്തകരും, നന്മയുടെ കർമ്മധീരരായ പ്രവർത്തകരാരും ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഞങ്ങൾ ഈ 1200 വീട് ഞങ്ങൾ വന്ന് കണ്ടതാണ്. 1200 വീട് കണ്ടുവന്ന് ഇതിൽ ഒരു പക്ഷേ അർഹതക്കാരും ഉണ്ടാവാം, ചിലപ്പോൾ അവർക്ക് കിട്ടാതെ വരാം. പക്ഷേ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, 10 വർഷമായിട്ട് നന്മ നിങ്ങൾക്ക് കിറ്റ് തരുന്നു. ഈ 10 വർഷവും 9 വർഷവും നിങ്ങൾ ഏറ്റുവാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്നൊരു കാര്യം നിയത്ത് ചെയ്യണം, അടുത്ത വർഷം മുതൽ 200 രൂപയുടെ കിറ്റ് ഒരാളിന് നിങ്ങൾ കൊടുക്കുമെന്നൊരു നിയത്ത് ചെയ്യണം. നമ്മൾ ഈ കണിയാപുരം മേഖല വലിയ മഹത്വമേറിയ സ്ഥലമാണ്, അള്ളാഹു അനുഗ്രഹിച്ച സ്ഥലമാണ്. ഒരുപാട് ട്രസ്റ്റുകൾ, ഒരുപാട് സഹായിക്കുന്നവർ എല്ലാവരും ഉണ്ട്. ഞാൻ കൂടുതൽ, എനിക്ക് ആകെ കിട്ടിയ 2 മിനിറ്റാണ്. 20 മിനിറ്റ് പറഞ്ഞാലും തീരൂല. എന്നാലും 2 മിനിറ്റ് കൊണ്ട് എനിക്ക് പറയുന്നു, എന്നെ ഒരുപാട് പേര് പറയുന്നവരോട് ഞാൻ പറയുന്നു, ഇൻഷാ അള്ളാഹ് നിങ്ങളെല്ലാം ദുആ ചെയ്യണം. കിട്ടാത്തവർ ക്ഷമിക്കണം. ഗൾഫിലിരിക്കുന്ന ഒരുപാട് പ്രവാസികൾ, ഒരുപാട് പേര്, നമ്മുടെ ഇപ്പം അധ്യക്ഷൻ ഷജീർ ബദറുദ്ദീൻ, അതുപോലെ സെക്രട്ടറി ജാഫർ, അതുപോലെ പേരെടുത്ത് പറയാൻ പറ്റൂല, ഒരുപാട് പേര്. അപ്പം ഞങ്ങൾ ഈ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അസൂയക്കാർ പലതും എന്തെല്ലാം പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ട്. ഞങ്ങളെ മുമ്പിൽ വരുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അണച്ചു പിടിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. താങ്ക് യു. അടുത്തതായി നന്മയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ മാഹീൻ തെറ്റിക്കുഴിയെ 2 വാക്ക് സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹപ്രവർത്തകരെ, കൂടുതൽ പ്രസംഗം നടത്തി നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. എല്ലാവരും കിറ്റ് വാങ്ങാൻ തയ്യാറായിരിക്കുകയാണെന്നറിയാം. എന്നാലും എന്നെ ഏൽപ്പിച്ച ദൗത്യം ആശംസാ പ്രസംഗമാണ്. ഇതിൽ 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കാരണം 9 വർഷമായി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഈ 9 വർഷവും ഞാൻ പുറത്തുനിന്ന് വീക്ഷിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ ഈ 9 വർഷത്തിനിടയിൽ ഈ ഒരു വർഷമാണ് എനിക്ക് ഈ നന്മയുടെ പ്രവർത്തനങ്ങളിൽ കൂടെ പങ്കുചേരുവാൻ കഴിഞ്ഞത്. ഈ റമദാൻ മാസത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ നന്മയുടെ പ്രവർത്തകരോടുകൂടി എല്ലാ വീടുകളും കയറിയിറങ്ങി അർഹതപ്പെട്ടവരുടെ കൈകളിൽ ടോക്കൺ എത്തിക്കുന്നതിന് വേണ്ടി നന്മയുടെ പ്രവർത്തകർ നടത്തുന്ന ഈ പ്രയത്നത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം ഈ നന്മയുടെ പ്രവർത്തകരെ ഞാൻ വാനോളം പുകഴ്ത്തുന്നു. ഇനിയും നന്മയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് തന്നെ പൊയ്ക്കോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി സാമൂഹ്യ സേവകനായ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ മണ്ണിൽ അഷ്റഫ് സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും
എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മഹത്തായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ഷജീർ ബദ്രുദ്ദീൻ, ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് സാലിഹ് ജൗഹരി ഉസ്താദ്, ആദരണീയനായ അൻവർ അൻവരി ഉസ്താദ്, ഏറെ പ്രിയങ്കരനായ കടയറ നാസർ സാഹിബ്, സ്നേഹാദരണീയനായ തോട്ടിങ്കര നൗഷാദ്, സ്നേഹനിധിയായ ഹബീബുള്ള മുസ്ലിയാർ, വളരെ ആദരണീയനായ ലോറൻസ് സാർ, ജില്ലാ മെമ്പർ ഉനൈസ അൻസാരി, ഏറെ പ്രിയങ്കരായ നന്മയുടെ ഭാരവാഹികളെ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സ്നേഹബഹുമാനമുള്ള നന്മയുടെ കുടുംബാംഗങ്ങളെ, നാട്ടുകാരെ, സഹോദരീ സഹോദരന്മാരെ, വന്ധ്യ വയോധികരെ, നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 2024 റമദാൻ റിലീഫ് കിറ്റ് വിതരണവും വാർഷികവും അനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള ചടങ്ങിലാണല്ലോ നാം ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. ഇങ്ങനെ ഒരു മഹത്തായ ചടങ്ങ് സംഘടിപ്പിച്ച നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഊർജ്ജസ്വലരായ ഭാരവാഹികൾക്ക് ആദ്യമായി അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ദൂരെ നിന്ന് സഹായ സഹകരണങ്ങൾ അർപ്പിച്ച എനിക്ക് ഈ വർഷത്തെ നന്മയുടെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പ്രവർത്തിച്ച് കണ്ടു ബോധ്യപ്പെടാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഈ ചടങ്ങിൽ 2 വാക്ക് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചതിലുള്ള എൻ്റെ സന്തോഷവും അറിയിച്ചുകൊള്ളട്ടെ. നന്മയുടെ പ്രവർത്തകരുടെ ഉത്സാഹപൂർവവും അടുക്കും ചിട്ടയോടുമുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരുക്കിയ ഈ ചടങ്ങ് മറക്കാനാവാത്തതും വിലമതിക്കാനാകാത്തതുമായ മുഹൂർത്തത്തിലാണ് നാം ഏവരും ഉള്ളത്. ഈ നന്മയെന്ന സംഘടനയുടെ നന്മ നിറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിൽ ഇതിലും ബെറ്ററായി നിലനിൽക്കാൻ അല്ലാഹു തആല പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിച്ചിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളട്ടെ. നിങ്ങൾക്കേവർക്കും ക്ഷേമൈശ്വര്യങ്ങളും ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സുമുള്ള ഭാവി ജീവിതത്തിനായി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മഅസ്സലാമ. അടുത്തതായി വിദ്യാഭ്യാസ അവാർഡ്, ചികിത്സാ സഹായ വിതരണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വേദിയിൽ നടക്കുന്നത്. അതിനായി നമ്മുടെ മീഡിയ ഹെഡ് സുധീറിനെ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. പ്രിയമുള്ളവരെ എല്ലാവരും നിങ്ങൾ ഒരു 10 മിനിറ്റിൽ നമുക്ക് നമ്മുടെ ഈ യോഗ നടപടികൾ അവസാനിപ്പിക്കാം. ക്ഷമയോടുകൂടി ഒരു 10 മിനിറ്റ് കാത്തിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ കൂപ്പണുമായി വന്നിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾ ഇവിടെ കിറ്റ് സജ്ജമാക്കിയിട്ടുണ്ട്. കൂപ്പൺ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിറ്റ് കിട്ടും. നിങ്ങൾ തിരക്ക് കൂട്ടാതെ സമാധാനപരമായി ഈ ഒരു പരിപാടി അവസാനിപ്പിക്കുന്നതുവരെ ക്ഷമയോടെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി വിദ്യാഭ്യാസ അവാർഡ് ചടങ്ങാണ്. ഇവിടെ 3 വിദ്യാർത്ഥികളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത മാസം, 1 മാസം കൂടി കഴിഞ്ഞാൽ നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റും തിരുവനന്തപുരം മുസ്ലിം അസോസിയേഷൻ ഭാരവാഹികളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എക്സലൻസ് അവാർഡ് മീറ്റും കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ വെച്ച് ഞങ്ങൾ മറ്റു വിദ്യാർത്ഥികളെ ആദരിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ 2023-24 പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിലേക്കായി അബ്ദുൽ ബാസിത്ത് മെമന്റോ നൽകി ആദരിക്കുന്നത് ബഹുമാന്യനായ നാസർ കടയറ സാഹിബിനെ ക്ഷണിക്കുന്നു. അബ്ദുൽ ബാസിത്ത്. അതായത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ 7ാം ക്ലാസ് മദ്രസയിൽ നിന്നും ഉന്നത വിജയം നേടി ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥിയാണ് അബ്ദുൽ ബാസിത്ത്. അടുത്തതായി ഷഹനാസ് നിസാമുദ്ദീൻ. മെമന്റോ കൈമാറുന്നത് ബഹുമാന്യനായ നൗഷാദ് തോട്ടുങ്കര.
അടുത്തതായി അഫ്ര ഹാഷിം മെമന്റോ നൽകുവാന്നത് ഉസ്താദ് അൻവറുദ്ദീൻ അൻവരി. മെമന്റോ കൈമാറുന്നത് ഉസ്താദ് അൻവറുദ്ദീൻ അൻവരി. അടുത്തതായി ചികിത്സാ സഹായമാണ്. ചികിത്സാ സഹായം 5 പേരെ ഞങ്ങൾ ഇവിടെ തൽക്കാലം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഞങ്ങൾ അടുത്ത ദിവസം വീടുകളിൽ വന്ന് നിങ്ങൾക്ക് കൈമാറുന്നതാണ്. ആ 5 പേരെ ക്ഷണിക്കുന്നു. സലീം കമ്പിക്കകം സഹായം കൈമാറുന്നതിലേക്കായി രക്ഷാധികാരി മാഹീൻ കളറിനെ ക്ഷണിക്കുന്നു. സലീം കമ്പിക്കകം, ദയവായി ഈ ചികിത്സാ സഹായത്തിന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളവര് അടുത്ത് വന്നിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സലീം കമ്പിക്കകം. അടുത്തത് ബാബു ചിറക്കൽ സഹായം കൈമാറുന്നത് നന്മ എക്സിക്യൂട്ടീവ് അമീൻ മൈവള്ളിയെ ക്ഷണിക്കുന്നു. അടുത്തതായി ഉമൈഫ ബീവി സഹായം കൈമാറുന്നതിലേക്കായി നന്മ വൈസ് പ്രസിഡന്റ് നിസാർ എം കെ ക്ഷണിക്കുന്നു. ഉമൈഫ ബീവി. അടുത്തതായി റംല ബീവി സഹായം കൈമാറുന്നത് ഉമൈബ ബീവി ആരാ? അല്ലല്ല ഇതാണ്. അടുത്തത് റംല ബീവി സഹായം കൈമാറുന്നതിലേക്ക് നന്മ വൈസ് പ്രസിഡന്റ് മാഹിൻ തെറ്റിക്കുഴിയെ ക്ഷണിക്കുന്നു. അടുത്തത് ജെസ്സി ഹക്കി. ഓക്കെ. പ്രിയമുള്ളവരെ, ജീവകാരുണ്യ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ വേദിയിൽ ആദരിക്കുകയാണ്. KDO ചെയർമാൻ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രവർത്തനത്തിന് നന്മ കണിയാപുരത്തിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിലേക്കായി നൌഷാദ് തോട്ടുംകരയെ ക്ഷണിക്കുന്നു. മെമന്റോ നൽകി ആദരിക്കുന്നത് നന്മ പ്രസിഡന്റ് ഷജീർ ബദർ. നൌഷാദ് തോട്ടുംകരയ്ക്ക് മെമന്റോ നൽകി ആദരിക്കുന്നത് ഷജീർ ബദർ. തിരുവനന്തപുരം മുസ്ലിം അസോസിയേഷൻ പ്രസിഡന്റ് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മണ്ഡലങ്ങളുടെ നിറസാന്നിധ്യം ബഹുമാന്യനായ നാസർ കടയിറക്കി നന്മ കണിയാപുരത്തിന്റെ സ്നേഹാദരം നൽകുന്നതിലേക്കായി നന്മ രക്ഷാധികാരി അഷ്റഫ് ചാന്നാങ്കരയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആത്മാർത്ഥ ദീനി സേവനത്തിലൂടെ ജനമനസ്സുകൾക്ക് എന്നും ഊർജം പകരുന്ന കണിയാപുരം മുസ്ലിം ജമാഅത്തിന്റെ പ്രിയ മുഅദ്ദിൻ ഹബീബുള്ളയെ നന്മ കണിയാപുരത്തിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിലേക്കായി ക്ഷണിക്കുന്നു. മെമന്റോ നൽകി ആദരിക്കുന്നത് റാസി ജാവ കോട്ടേജ്. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് നന്മയുടെ സ്നേഹാദരം ഏറ്റുവാങ്ങുവാൻ മികച്ച ജീവകാരുണ്യ പ്രവർത്തകൻ മണ്ണിൽ അഷ്റഫ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മെമന്റോ നൽകി ആദരിക്കുന്നത് ബഹുമാന്യനായ ലോറൻസ് ഫെർണാണ്ടസ് സാർ അവർകൾ. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ മികവിന് നന്മ കണിയാപുരത്തിന്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങാൻ
ശ്രീ MK നിസാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മെമന്റോ നൽകി ആദരിക്കുന്നത് സജ്ജാദ് അബ്ദുൽ കരീം. ജീവകാരുണ്യ രംഗത്തെ സംഭാവനയ്ക്ക് മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിലേക്കായി നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിലേക്കായി സഫീർ സലീമിന്റെ മൊമെന്റോ ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിന്റെ പിതാവ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓക്കെ പിന്നെ കൈമാറാം. അതെ. അടുത്തതായി സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മണ്ഡലങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് നിറസാന്നിധ്യമായി നിൽക്കുന്ന ബഹുമാന്യനായ നന്മയുടെ പ്രസിഡന്റ് ശ്രീ ഷജീർ ബദറിന് നന്മയുടെ സ്നേഹാദരം നൽകി ആദരിക്കുവാൻ ബഹുമാന്യനായ ഉസ്താദ് സ്വാലിഹ് ജൗഹരി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ മഹത്തായ 2022 റമദാൻ റിലീഫിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ശ്രീ നാസർ മാനു സാഹിബിന്റെ പ്രത്യേക വാത്സല്യം നിറഞ്ഞ ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട് 2023 റമദാൻ റിലീഫിലും ഇപ്പോൾ 2024 റമദാൻ റിലീഫിലേക്കും ഓരോ വർഷവും ശേഖരിക്കുന്ന നാണയത്തുട്ടുകൾ ഇട്ടുകൂട്ടി അഗതികൾക്ക് ആശ്രയമാകുക വഴി ജീവകാരുണ്യം ഓരോ മനുഷ്യന്റെയും കടമയാണെന്ന് സമൂഹത്തിന് മുന്നിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കൊച്ചുമിടുക്കൻ അബ്ദുൽ ബാസിത്ത്. കണിയാപുരം പള്ളിനടയിൽ മർഹൂം അബ്ദുൽ ഹക്കീം സാഹിബിന്റെ പേരമകനും അസീം ഹസീന ദമ്പതികളുടെ മകനുമായ അബ്ദുൽ ബാസിത്ത് സഹതപിക്കുന്ന മനസ്സുകളെക്കാൾ ദാനം ചെയ്യുന്ന കരങ്ങൾക്കാണ് മഹത്വം എന്ന വലിയ സന്ദേശത്തെ അന്വർത്ഥമാക്കുന്നതാണ്. പ്രിയമുള്ളവരെ, സ്വാർത്ഥതകളിലേക്ക് ഒതുങ്ങി സഹജീവികളോട് അല്പം പോലും കാരുണ്യം കാണിക്കാത്ത ചിലർക്കെങ്കിലും ബാസിത്തിന്റെ ജീവകാരുണ്യ ബോധത്തെ മാതൃകയാക്കാവുന്നതാണ്. ബാസിത്ത് സ്വരൂപിച്ച 2160 രൂപയുടെ നാണയത്തുട്ടുകൾ ഈ വേദിയിൽ വെച്ച് നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറുകയാണ്. സ്വീകരിക്കുവാൻ നന്മ പ്രസിഡന്റ് ഷജീർ ബദറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അള്ളാഹു ഈ പൊന്നുമകനും കുടുംബത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന മാതൃകാ പുത്രനായി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ അടുത്തതായി 2024 നന്മ കണിയാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 9ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള കിറ്റ് വിതരണത്തിന്റെ ആദ്യ കിറ്റ് കൈമാറുവാൻ ബഹുമാന്യനായ ഉദ്ഘാടകൻ സ്വാലിഹ് ജൗഹരി ഉസ്താദ് അവർകളെയും കണിയാപുരം മുസ്ലിം ജമാഅത്ത് ഇമാം അൻവറുദ്ദീൻ അൻവരി ഉസ്താദ് അവർകളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരും തിരക്ക് കൂട്ടരുത്. ദയവ് ചെയ്ത് അവരവരുടെ സ്ഥാനത്തിരിക്കുക. നിങ്ങളുടെ കയ്യിൽ ടോക്കൺ ഉള്ളിടത്തോളം ഞങ്ങൾ നിങ്ങൾക്ക് കിറ്റ് തരാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ സംയമനം പാലിച്ച് നിങ്ങളുടെ സീറ്റുകളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്ലീസ്, നിങ്ങൾ ആരും എഴുന്നേൽക്കരുത്. ഞങ്ങൾ പറയാത്ത രീതിയിൽ നിങ്ങൾ ആരും അവിടെ നിന്ന് നിങ്ങളുടെ സീറ്റുകളിൽ ഇരിക്കുക. യോഗ നടപടികൾ അവസാനിച്ചിട്ടില്ല.
പ്രിയമുള്ളവരെ ഈ പ്രോഗ്രാമിന് നന്ദി പ്രകാശനം നടത്തുന്നതിനായി നന്മയുടെ ശ്രീ സഫറുള്ള തോപ്പുനടയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആരും ബഹളം വെക്കരുത്. ഇവിടെ തുണ്ട് കൊണ്ടുവന്ന എല്ലാവർക്കും കിറ്റുകളുണ്ട്. ആരും ബഹളം വെക്കണ്ട. ഓരോ സൈഡിൽ നിന്ന് കുറേശ്ശെയായിട്ട് നമ്മൾ വിതരണം ചെയ്യുന്നതാണ്. പ്ലീസ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എൻ്റെ കർത്തവ്യം കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ച നന്മയുടെ പ്രസിഡന്റ് ശ്രീ സജീർ ബദറുദ്ദീൻ അവർക്ക് എൻ്റെ പേരിലും നന്മയുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇതിൻ്റെ ഉദ്ഘാടകൻ ജനാബ് ജൗഹരി ഉസ്താദ് അവർക്കും നമ്മുടെ ഉസ്താദ് അൻവറുദ്ദീൻ അൻവറുകൾക്കും മറ്റ് വിശിഷ്ട അതിഥികൾക്കും എൻ്റെ പേരിലും നന്മയുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ സഹായം സ്വീകരിക്കാനെത്തിയ എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരന്മാർക്കും എൻ്റെ പേരിലും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ദയവായി എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ടോക്കൺ സുരക്ഷിതമായി വെക്കുക. എല്ലാവർക്കും കിറ്റുകൾ സജ്ജമാണ്. ദയവ് ചെയ്ത് ക്യൂ പാലിച്ച് സമാധാനപരമായി മാത്രം നിങ്ങൾ ഈ കിറ്റുകൾ സ്വീകരിക്കണം.